വചനത്തിലേക്ക് തിരിഞ്ഞതിന് മുമ്പായിട്ട് കർത്താവിലേക്ക് തന്നെ തിരിഞ്ഞ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകിയാട്ടെ. യേശുവേ, അങ്ങേ തന്നെ കാണുവാൻ വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ തിരുമുഖത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങേ കണ്ട് ആനന്ദിപ്പാൻ കർത്താവേ, അവിടുത്തെ തിരുമുഖ ശോഭയിൽ ആ വെളിച്ചത്തിലെ കർത്താവേ, അവിടുത്തെ വചനത്തെ നിത്യതയുടെ വെളിച്ചത്തിൽ കാണുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണം. അങ്ങേക്ക് ഞങ്ങളോട് പറയാനുള്ളത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവെ ആന്തരിക മനുഷ്യന്റെ ചെവികളെ അവിടുന്ന് തുറന്നാട്ടെ. കർത്താവെ, അവിടുത്തെ വചനത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ എത്ര കേട്ടിട്ടും കർത്താവെ, ഞങ്ങൾ ആ വചനത്തെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കാതെ ഇന്ന് നീ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുതെന്ന് അവിടുത്തെ വചനത്തെ പറഞ്ഞതുപോലെ കർത്താവെ, ഹൃദയത്തെ കഠിനപ്പെടുത്താതെ അവിടുത്തെ ആ ഇരുവായത്തിലുള്ള ഇത് വാളിനേക്കാളും മുറിച്ചുള്ള ആ വചനത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ നുറുങ്ങട്ടെ. കർത്താവെ, ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടട്ടെ. അവിടുത്തെ പുരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടത് ഞോട്ട് സ്തുതിക്കുന്നില്ല. യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം, ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള വെളിപാട് പുസ്തകം, അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, ബൈബിളിലെ വെളിപാട് പുസ്തകത്തിന് 22 അധ്യായങ്ങളുണ്ട്. അതിന്റെ 21 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ച് നിർത്തിയായിരുന്നു. നമുക്കറിയാം അവിടെ എന്താ പറഞ്ഞു വരുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എത്രയും വേഗം ഇന്ന് ഈ ഭൂമുഖത്ത് വെളിപ്പെടും. മധ്യാകാശത്ത് കർത്താവ് വെളിപ്പെടും. നമ്മള് കർത്താവിനോടൊപ്പം ചേർക്കപ്പെടും. ഇന്ന് അന്ത്യകാലത്തിന്റെ ഓരോ സൂചനകള്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നമ്മളുടെ ചുറ്റും കേട്ടുകൊണ്ടേയിരിക്കുന്നു. വളരെ അസമാധാനം നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിലെ സമാധാനത്തിന്റെ വക്താവായിട്ട് എതിർ ക്രിസ്തു ഒരു നാളിലൊരു ഏകലോക ഭരണാധികാരിയായിട്ട് എത്രയും വേഗം വെളിപ്പെടാനിരിക്കുന്നു. അതിനുശേഷം അവന്റെ 3.5 വർഷക്കാലത്തെ പുറമേ ഉള്ള ഒരു സമാധാനപൂർണമായ ഒരു ഭരണത്തിന്റെ ശേഷം അവന് അവസാനത്തെ അവന്റെ ആ ഒരു 3.5 വർഷക്കാലമുള്ള ഒരു ഭരണം മഹോപദ്രവത്തിന്റെ സഭയും ഇസ്രായേൽ മക്കളും ഒക്കെ ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് അവൻ തിരിയുന്നതായിട്ടും സഭ ഒരു മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നതും ഒക്കെ, മഹാഉപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അതിനുശേഷം മധ്യാകാശത്തിലെ കർത്താവ് വെളിപ്പെടുന്നു. കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ നമ്മളും എടുക്കപ്പെടുന്നു. കർത്താവ് ഭൂമിയിൽ വന്ന് കർത്താവിന്റെ വ്രതന്മാർക്ക്, കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 1000 വർഷക്കാലം ഭരണം ഈ ഭൂമിയിൽ കർത്താവ് കാഴ്ചവെക്കുന്നു. ആ കർത്താവിൻ്റെ കൂടെ അന്ന് നമ്മളും കൂടെ കർത്താവിൻ്റെ കൂടെ വാഴേണ്ടവരാണ്. ആ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി, 1000 വർഷക്കാലം ഭരണത്തിൽ സാത്താനെ അഗാധത്തില് ബന്ധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിൽ കണ്ടു. അതിനുശേഷം ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ തുറന്നു വിടുമ്പം വീണ്ടും അവൻ വഞ്ചിക്കാൻ തുടങ്ങുന്നു. വഞ്ചിച്ച് ദൈവത്തിനെതിരെ അന്നും തിരിയാനായിട്ട് കടൽ തീർത്ത മണൽത്തരികൾ എന്നവണ്ണം ഉള്ള അസംഖ്യം ആൾക്കാരൊന്നും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ വെളിപാട് 20-ന്റെ 8 നമ്മൾ കണ്ടു. സ്വർഗത്തിൽ നിന്നുള്ള, ആകാശത്ത് നിന്നുള്ള അഗ്നി വന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയുന്ന കാര്യമൊക്കെ വെളിപാട് 20-ന്റെ 9 നമ്മൾ വായിച്ചു. വെളിപാട് 20-ന്റെ 10 സാത്താന്റെ അന്ത്യം എങ്ങനെയായിരിക്കും, അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇന്നലെ ഒരു സഹോദരൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദറെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ പല കുറ്റബോധങ്ങളൊക്കെ വരുന്നു. ഇങ്ങനെ നീ ഒന്നിനും കൊള്ളത്തില്ല, നീ ഫെയിലറാണ്, അത് എന്നൊക്കെ പറയുന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശബ്ദങ്ങൾ കേൾക്കുന്നു പറഞ്ഞാൽ എന്തോ അക്ഷരികമായിട്ടുള്ള ശബ്ദം ചെവി കേൾക്കുന്നില്ല, മറിച്ച് പുള്ളിയുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധത്തിന്റെ ചിന്തകളും, നീ ഒരു പരാജയമാണ്, നിനക്ക് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാത്താന്റെ സ്വരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, when Satan reminds you of your past, remind him of his future. എന്ന് ഞാനല്ല ആദ്യം പറഞ്ഞത്, മാർട്ടിൻ ലൂതറാണ് ആദ്യം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ദൈവദാസൻ, റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് അദ്ദേഹം കർത്താവിനായിട്ട്, ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത മാർട്ടിൻ ലൂതർ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതായത് when Satan reminds you of your past, നമ്മുടെ ഭൂതകാലത്തിലെ വീഴ്ചകളെ കുറിച്ചും, അതെ, ഇപ്പൊ എൻ്റെ മുമ്പേ അർപ്പിതയും ജോസിനെയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഭാഷയിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാനാണ് എൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം. അപ്പം നമ്മളുടെ മുമ്പ് കാലത്തുള്ള വീഴ്ചകൾ, നമ്മുടെ ഫെയിലിയേഴ്സ് എന്തെങ്കിലുമൊക്കെ
സിൻസ്, ഫെയിലിയേഴ്സ്, ഡിസൊബീഡിയൻസ്, അതിനെക്കുറിച്ചൊക്കെ ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത്, സോ ഇറ്റ് ഈസ് ദ ഡെവിൾസ് വോയിസ് വിച്ച് ഇസ് കണ്ടമിങ് അസ്, നമ്മളെ കുറ്റബോധത്തിലാഴ്ത്തുന്നത്. അപ്പം വെൻ Satan റിമൈൻഡ്സ് യു ഓഫ് യുവർ പാസ്റ്റ്, then remind Satan of his future. Satan, you know your future, where are you going to be? And I told, ഞാൻ ഇന്നലെ സൗദിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ സേറ്റിന് ആ വേഴ്സിന്റെ റെഫറൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെളിപാട് 20:10 കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ, അവൻ പെട്ടെന്ന് ഒന്ന് റെഫറൻസ് എടുത്ത് കണ്ടുപിടിക്കട്ടെ. തന്നെ റെഫറൻസിന്റെ കാര്യമൊന്നും ഇല്ല, എന്താണെന്ന് വെച്ചാൽ അവന് യേശുവിനോട് വരെ വചനം കോട്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള വചനജ്ഞാനം ഉള്ളവനാണ്. എന്നാലും ഇനിയിപ്പം ഞാനത് തമാശയിൽ വേണം പറഞ്ഞു, ഇനിയിപ്പോൾ സാത്താൻ ഇനിയിപ്പോൾ വേഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെളിപാട് 20:10 കൂടെ ഉറപ്പിച്ച് കൊടുത്തേരെ, അപ്പം നമുക്കത് ഓർമ്മയുണ്ടെന്ന് അവന് മനസ്സിലാവും. പിന്നെ അവൻ ആ സ്ഥലത്തേക്കൊന്നും അവൻ അത്ര ധൈര്യപ്പെടുത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം സാത്താൻ്റെ ഫ്യൂച്ചർ, നമ്മളുടെ ഭൂതകാലത്തെക്കുറിച്ച് സാത്താൻ എന്തെങ്കിലുമൊക്കെ കുറ്റബോധത്തിന്റെ ചിന്തകളൊക്കെ കൊണ്ട് നമ്മളെ അങ്ങ് കുറ്റപ്പെടുത്തി താഴ്ത്തി കളയാനൊക്കെ അവൻ ശ്രമിക്കുമ്പോൾ സാത്താനോട് പറയുക, സാത്താനെ, എൻ്റെ ഭൂതകാലമൊക്കെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു, ഞാൻ നീതീകരിക്കപ്പെട്ടു, നിന്റെ ഭാവി നീ ഓർക്കണം, എൻ്റെ ഭൂതമൊക്കെ അവിടെ ഇരിക്കട്ടെ, നിന്റെ ഭാവി എന്തായിരിക്കും, നീ എങ്ങോട്ടാ പോകുന്നേ? ഇപ്പം നിന്റെ സ്ഥാനം, ദ ഓൺലി പ്ലേസ് ദാറ്റ് യു ഹാവ് ഇൻ മൈ ലൈഫ് ഇസ് അണ്ടർ മൈ ഫുട്ട്, അണ്ടർ മൈ ഫീറ്റ്. നിനക്ക് ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ എൻ്റെ തലമുണ്ടക്കല്ല, എൻ്റെ കാൽക്കീഴില്ല. അവിടെ ഓൾറെഡി നിന്റെ തലയൊക്കെ ചതച്ചരക്കപ്പെട്ടു. സാത്താനെ കാൽവരി കുരിശില് യേശു കർത്താവ് അവൻ്റെ തലയൊക്കെ തകർത്തു. ജെനസിസ് 3:15 അതിൻ്റെ ആ പ്രവചനം, ജെനസിസ് 3:15, ഹി ഷൽ യുവർ ഹെഡ് വിൽ ബി ക്രഷ്ഡ്, ഹി ഷൽ ക്രഷ് യു. ഇങ്ങനെ വേഴ്സ് നമുക്ക് എല്ലാവർക്കും എപ്പോഴെപ്പോഴൊക്കെ നമ്മൾ കൂടെ എടുക്കുന്നതാ. എങ്കിലും അവിടെ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം പ്രവചനാത്മാവിൽ അവിടെ അവരോട് പറയുന്നുണ്ട്, ഹി ഷാൽ ബ്രൂയിസ് യു ഓൺ ദ ഹെഡ് ആൻഡ് യു ഷൽ ബ്രൂയിസ് ഹിം ഓൺ ദ ഹീൽ. അതിൻ്റെ അവസാനം അവൻ നിന്റെ തല തകർക്കും. ഈ സ്ത്രീയുടെ സന്തതിയായിട്ട് പിറക്കുന്ന യേശു കർത്താവ് നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. യു ഷൽ ബ്രൂയിസ് ഹിം ഓൺ ദ ഹീൽ, കുതികാൽ അല്ലെങ്കിൽ ഹീല്, ഹീല് ഒന്ന് ഒരു ചെറിയൊരു ഇഞ്ചുറി, ക്രൂസിലെ കർത്താവിൻ്റെ മരണം, അങ്ങനെ ഒരു കാര്യം സാത്താന് സാധിക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് അതും ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കും, എന്നാൽ സാത്താൻ്റെ തല തകർക്കും. അപ്പം ആ ഒരു കാര്യം നമ്മൾ കൂടെ ഓർക്കുന്നതും ധൈര്യപ്പെടുന്നതും ഒക്കെ നല്ലതായിരിക്കും. അപ്പം അതിനുശേഷം അങ്ങനെ സാത്താനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതിനുശേഷം എല്ലാം കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഭൂമി വെന്തുരുകും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നാൽ വചനത്തിൽ നമ്മൾ 2 പത്രോസിലേക്ക് നോക്കുമ്പോൾ ആകാശവും ഭൂമിയും വെന്തുരുകും എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആകാശം എന്ന് പറയുമ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ 3-ാം സ്വർഗമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഒരുപക്ഷെ സ്വർഗം എന്ന് പറയുന്നത് ഇന്ന് 1-ാം സ്വർഗമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. അപ്പം ഈ പ്രപഞ്ചം ഭൂമി വെന്തുരുകും. അപ്പം ഈ സൗരയൂഥവും ഒത്തിരി ഗാലക്സീസ് ഒക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിനെയാണ് ബൈബിളില് സ്വർഗം എന്ന് വിളിക്കുന്ന, സ്വർഗത്തിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഹെവൻസ് എന്നും ഈ പ്രപഞ്ചത്തെ ബൈബിളിൽ റെഫർ ചെയ്യുന്നുണ്ട്. സാം 19:1 സങ്കീർത്തനം 19:1, സങ്കീർത്തനം 8-ാമത്തെ സങ്കീർത്തനത്തിലൊക്കെ ഈ പ്രപഞ്ചത്തെ, ദ വിസിബിൾ യൂണിവേഴ്സിനെ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ ഹെവൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ബൈബിളിൽ നിന്ന് 1-ാം സ്വർഗം, നമ്മൾ 1-ാം സ്വർഗം എന്ന് പറയാൻ കാരണം 3-ാം സ്വർഗം എന്ന് പർദീസയെ കുറിച്ച് പറയുന്നതായിട്ട് എവിടെ നമ്മൾ വായിക്കുന്നത്, തേർഡ് ഹെവൻ എന്ന പാരഡൈസിനെ കുറിച്ച് പറയുന്നത് 2 Corinthians 12 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ്, ഇന്നലെ നമ്മൾ 2 Corinthians 12 നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? അവിടെ പൗലോസ് 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് പറയുന്ന അധ്യായമാണ് 2 Corinthians 12. അപ്പൊ അവിടെ പറയുന്നുണ്ട് പർദീസ 3-ാം സ്വർഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ 1-ഉം 2-ഉം സ്വർഗം ഉണ്ടെന്ന് അർത്ഥം. അപ്പം പിന്നെ നമ്മൾ അപ്പോഴാണ് വചനത്തിൽ നിന്ന് ഈ ഒരു വിസിബിൾ യൂണിവേഴ്സ് ആണ് നമ്മുടെ ബൈബിളിൽ മനസ്സിലാക്കുന്നവര് 1-ാം സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 1-ാം സ്വർഗം ഇപ്പം ഭൂമി മാത്രമല്ല, നമ്മളിപ്പോൾ 2 പത്രോസ്, ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുത്ത് വായിക്കാം. 2 പത്രോസ് 2:3 അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? 10-ാമത്തെ വാക്യം, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അപ്പൊ ആകാശം എന്ന് പറയുമ്പോൾ ഈ വിസിബിൾ യൂണിവേഴ്സ്. 3-ാം സ്വർഗത്തിന്റെ കാര്യം നമുക്കറിയത്തില്ല. 2-ാം സ്വർഗം സൈറ്റന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്,
അത് ഓഫ് കോഴ്സ് സാത്താന് ഇതെല്ലാം സാത്താൻ ഒക്കെ വിധിക്കപ്പെടുമ്പം ആ രണ്ടാം സ്വർഗം എന്ന് പറയുന്ന തലവും ഒന്നാം സ്വർഗവും എന്തായാലും അപ്പൊ അതാ നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന അവിടെ ആകാശം എന്ന് പറയുമ്പം ആ ഒരു വിസിബിൾ യൂണിവേഴ്സ് എന്തായാലും ഇന്ന് കാണുന്ന ഈ വിസിബിൾ യൂണിവേഴ്സ്, ഈ ഗ്രഹങ്ങളും പ്ലാനറ്റുകളും കാര്യങ്ങളും എല്ലാം എല്ലാം മാറി പുതിയൊരു ഓർഡർ ആയിരിക്കും, പുതിയൊരു തലമായിരിക്കും, ക്രമമായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയൊരു ഭൂമിയായിരിക്കും, പുതിയ സ്വർഗം എന്ന് പറയും. ഈ യൂണിവേഴ്സ് തന്നെ പുതുതാക്കപ്പെടും. പാപത്തിന്റെ ലാഞ്ചന ഏൽക്കാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാ നമ്മൾ 2 പത്രോസ് 3:10 കർത്താവിന്റെ ദിവസമോ കളഞ്ഞപ്പോൾ ഒരു അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിക്കും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പം ഭൂമിയും ബേൺഡപ്പ് ആവും. പിന്നെ ഹെവൻസ് ഓൾസോ വിൽ പാസ് അവേ വിത്ത് റോർ, ഒരു കൊടുമുഴക്കത്തോട് വിത്ത് റോർ ഹെവൻസ് വിൽ പാസ് അവേ. പിന്നെ എലമെന്റ്സ് വിൽ ബി ഡിസ്ട്രോയിഡ് വിത്ത് ഇന്റൻസ് ഹീറ്റ് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. മൂലപദാർത്ഥം ഇപ്പം കൊടുമുഴക്കത്തോടെ ആകാശം ഒഴിഞ്ഞു പോകും, കൊടുമുഴക്കം, വലിയൊരു മുഴക്കം, വലിയൊരു റോഡ്, മൂലപദാർത്ഥങ്ങളൊക്കെ കത്തി അഴുകുകയും പിന്നെ ഭൂമിയും അതിലുള്ള പണികളൊക്കെ വെന്തുപോവുകയും ചെയ്യും. അപ്പം അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നൊരു രംഗമാണ് നമ്മൾ വെളിപാട് 21:1 വാക്യത്തിൽ. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു തുടക്കമാണ്. ആ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണ് വീണ്ടും ജനനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ അത് സംഭവിച്ചു. നമ്മളുടെ ജീവിതത്തിൽ ആ പുനരുദ്ധാനത്തിൻ്റെ ഒരു കണിക, പുനരുദ്ധാന ശക്തിയുടെ ഒരു കണിക നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോഴാണ്. നമ്മളുടെ സ്വന്തം ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് ഇനി എനിക്കായിട്ട് ജീവിക്കേണ്ട, അങ്ങേക്കായിട്ട് ജീവിക്കുക. അതാ യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തിലൊരു ക്രോസ് ഉണ്ട്, ഒരു ക്രൂശ് ഉണ്ട്. ക്രൂശ് ഇല്ലാതെ ഒരു മാനസാന്തരമില്ല. എന്നുവെച്ചാൽ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഹൊറിസോണ്ടൽ പ്ലാങ്ക് ആയിട്ടുള്ള എൻ്റെ ഇഷ്ടം, വെർട്ടിക്കൽ പ്ലാങ്ക് ആയിട്ടുള്ള കർത്താവിൻ്റെ ഇഷ്ടമാകുന്ന കർത്താവിൻ്റെ വചനം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തെ ഞാൻ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ക്രൂശിൽ ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുന്നു. അപ്പം മാനസാന്തരം, യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ യു ടേൺ. ഞാൻ ഇതുവരെ ലോകത്തിന്റെ അഭിമുഖമായിരുന്നു. ലോകത്തിൻ്റെതായ പണവും മാനവും മനുഷ്യമാനവും ഒക്കെ ആയിരുന്നു. പണവും മനുഷ്യമാനവും ജടിക സുഖങ്ങളും, MHP, മണി ഓണ പ്ലഷേഴ്സ്. മണി ഓണ പ്ലഷേഴ്സ് എവിടെ പറയുന്നത്? കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം. എവിടെ പറയുന്നത്? 1 യോഹന്നാൻ 2:16 1 John 2:16 ആ MHP യെ കുറിച്ച് പറയുന്ന കാര്യം ഞാൻ ഇനിയും വിശദീകരിച്ച് പറയുന്നില്ല. നമ്മളിപ്പോഴും കൂടെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നല്ല കർത്താവേ, അതിനുവേണ്ടിയായിരുന്നു എൻ്റെ സ്വയം, അതിനായിട്ടായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്ന കർത്താവേ. ഞാനത് പുറംതിരിഞ്ഞ് ഞാൻ യു-ടേൺ എടുത്ത് കർത്താവ് ഇനി എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് യു-ടേൺ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ വില്ല് നമ്മൾ അവിടെ സറണ്ടർ ചെയ്യുന്നു. അവിടെ സറണ്ടർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആ ജഡത്തിലൊരു മരണവും ആത്മാവിലൊരു പുനരുദ്ധാനത്തിന്റെ ശക്തിയൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അങ്ങനെ നമ്മൾ വില്ല് സറണ്ടർ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മളുടെ ഉള്ളത്തിലേക്ക് ആദ്യം കർത്താവിന്റെ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണുകളാകുന്ന മനസാക്ഷിയെ ശുദ്ധമാക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നമ്മളുടെ ഉള്ളത്തിലൊരു രൂപാന്തരം ഉണ്ടാകുന്നു. അതാ പുനരുദ്ധാനത്തിന്റെ ഒരു തുടക്കം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു പുനരുദ്ധാനം സംഭവിച്ചു. ഇനിയിപ്പോ ദേഹത്തിന്റെ ഒരു പുനരുദ്ധാന ശരീരവും കൂടെ കർത്താവിന്റെ വരവിൽ നടക്കും. എന്നാൽ ഇന്ന് ദേഹി പുനരുദ്ധാന ശക്തിയുടെ കീഴിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. വെരി ഗുഡ്. അങ്ങനെ 3 തലങ്ങളുണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ അർപ്പിത ജോസിനെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, സോൾ, ദെൻ ബോഡിയുടെ രക്ഷ, നമ്മളെ പുനരുദ്ധാനത്തിന് ശരീരം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പുനരുദ്ധാനത്തിന് ഒരു തുടക്കം ആത്മാവിൽ തുടങ്ങി. എവിടെ? നമ്മളുടെ വീണ്ടും ജനനത്തിൽ. അത് ഇന്ന് ദേഹിയിൽ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ദേഹത്തിന് രക്ഷയും കൂടെ ആവും കർത്താവിന്റെ വരവെങ്കിൽ. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച. അതിനുശേഷം സാത്താനെ തീപ്പൊയ്യിൽ തള്ളിയിട്ട് പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൂടെ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഈ പുനരുദ്ധാനത്തിന്റെ ഒരു പൂർണ്ണത, കർത്താവിന്റെ ന്യൂ ക്രിയേഷൻ. നമ്മൾ തന്നെ ന്യൂ ക്രിയേഷനാ എവിടെ പറയുന്നത്? നമ്മൾ പുതിയ സൃഷ്ടിയാണെന്ന്. ഐ മീൻ ന്യൂ ക്രിയേഷൻ എന്ന് എവിടെ പറയുന്നത്? ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. 2 Corinthians 5:17. 2 Corinthians 5:17 വാക്യത്തില്
ഒരുവൻ ക്രിസ്തുവിലായൻ അവനൊരു പുതിയ സൃഷ്ടിയായി, പഴയതൊക്കെ ഒഴിഞ്ഞുപോയി എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നു. അപ്പൊ ആ പുതിയ സൃഷ്ടിയായി നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവില് ദേഹിയുടെ തലത്തില് ആ പുതിയ സൃഷ്ടിപ്പ്, അതിൻ്റെ ഒരു ക്രിയേറ്റിംഗ് പവർ, ദൈവത്തിന്റെ ക്രിയേറ്റീവ് പവർ നമ്മുടെ ദേഹിയും അധികമായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും നമ്മുടെ ദേഹിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, ഡിസിഷൻസ്, അതെല്ലാം കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഈ പുനരുദ്ധാന ശക്തിയുടെ കീഴിലേക്ക് നമ്മുടെ ദേഹി അധികമായിട്ടായി തീരുന്നു. അതാണ് നമ്മുടെ മനസ്സ് ഉയരത്തിൽ സെറ്റ് ചെയ്യുക എന്നൊക്കെ കൊളോസ്യർ 3:2 രണ്ടാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരവും പുനരുദ്ധാന ശക്തിക്ക് വിധേയമാകുന്ന ഒരു കാലമാണ് കർത്താവിന്റെ വരവിനാൾ. അപ്പൊ അതിന്റെ എല്ലാം പൂർണ്ണത എപ്പോഴാ? പുതിയ ആകാശം പുതിയ ഭൂമി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭർത്താവിനായിട്ട് കാന്തനായിട്ട് ഒരുങ്ങിയ മണവാട്ടിയൊക്കെ നമ്മൾ കണ്ടു. ആരാ ഈ മണവാട്ടി? പുത്തൻ യെരൂശലേമാകുന്ന സഭ. ആ സഭയുടെ ഭാഗമാകാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹ സാഫല്യം. ഇപ്പൊ നമ്മളുടെ ചിലര് എന്താണ് പറയുക, വലിയൊരു എന്താ ഇപ്പം വലിയൊരു സൈറ്റ് സീയിങ് ഒക്കെ ഇഷ്ടമുള്ളവർ ചില ടൂറിസ്റ്റ് സ്പോട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട്, എൻ്റെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം, എൻ്റെ അംബീഷൻ നടന്നു, ഞാൻ ഇവിടെ വന്നു, ഇത് കണ്ടു, അല്ലെങ്കിൽ ഓരോ കാര്യത്തിൽ ഓരോരുത്തരൊക്കെ അങ്ങനെ. പക്ഷെ ഇപ്പം ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ സാഫല്യം, ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയ ആഗ്രഹം നമ്മളോടൊപ്പം വസിക്കാൻ, അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, നമ്മളുടെ ആത്മമണവാളനായ കർത്താവ് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ നിന്നും വസിക്കുന്നു എന്ന എപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ അതിനെക്കുറിച്ച് ദൈവം ജ്ഞാനമായിരുന്ന കർത്താവ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജ്ഞാനമാകുന്ന ക്രിസ്തു സദൃശവാക്യ 8-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടി ആയിരിക്കുമെന്ന് പറയുന്ന ആ ഒരു ദൈവം നമ്മളോടുകൂടെയുള്ള വാസം എത്ര അധികം വാഞ്ചിച്ച് കാക്ഷിക്കുന്നു. നമ്മളത് പേഴ്സണലായിട്ട് അത് എടുക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയും, എൻ്റെ മോനെ, എൻ്റെ മോളെ, നിന്റെ കൂടെ വസിക്കാനാണ് എൻ്റെ വലിയ ആഗ്രഹം. അപ്പം അപ്പനമ്മമാര് പറയത്തില്ലേ കൊച്ചുങ്ങളോട്, നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്ന് അപ്പനന്മാരായിട്ടുള്ള നമുക്ക് അറിയാം എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ആ ആഗ്രഹം നിത്യത മുതൽക്കേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദാമിനും അവ്വയുടെ കൂടെ ദൈവം ഒരു ദിവസം വസിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഒരുപക്ഷെ പിറ്റേ ദിവസം തന്നെ ആയിരിക്കാം അവര് പാപത്തിൽ വീഴ്ത്തി സാത്താൻ കടന്നു കളഞ്ഞത്. പിന്നീട് ആ ആഗ്രഹത്തിലേക്ക് ഹൃദയം വെച്ച് അനേകര് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണ സാഫല്യം യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്ന് എങ്ങനെ ദൈവത്തിന് മനുഷ്യനോടുകൂടെ ഏറ്റവും സ്നേഹ സംസർഗത്തിൽ വസിക്കാൻ ഒക്കും ഒരു സമാഗമന കൂടാരമായിട്ട് യേശു നമ്മളുടെ ഇടയിൽ അങ്ങ് വസിച്ചു. അവിടെ പിതാവിന്റെ തേജസ് യേശുവിൽ എപ്പോഴും അതിവിശുദ്ധ സ്ഥലത്തെ ആ ഷെക്കേന ഗ്ലോറി ആയിട്ട്, അതിവിശുദ്ധ സ്ഥലത്തെ ആ ഒരു തേജസ്സായിട്ട്, ആ മഹത്വമായിട്ട് യേശുവിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു. അങ്ങനെ പിതാവിന്റെ മാർവോട് ചാരിയ പുത്രൻ നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നു എന്നൊക്കെ ഇവിടെ പറയുന്ന യോഹന്നാൻ 1:18 വാക്യം. only the one he who is in the bosom of the father, he has explained the father എന്നൊക്കെ ജോൺ 1:18, യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവിന്റെ ആഗ്രഹം, ഗത്സമന തോട്ടത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കർത്താവിന്റെ ആ ഒരു ആഗ്രഹം പറയുന്ന കാര്യമൊക്കെ യോഹന്നാൻ 17:24 നമ്മൾ കണ്ടു. പിന്നെ യോഹന്നാൻ 12:26 കർത്താവിനെ ശുശ്രൂഷിക്കുന്നവൻ യഥാർത്ഥത്തില് കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ശുശ്രൂഷിക്കേണ്ടതെന്നുള്ള കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവസാനം ഈ ഒരു ആഗ്രഹ സാഫല്യം അത് സഹസ്രാബ്ദ വാഴ്ചയിലെ ഒരളവില് നമ്മൾ പുനരുദ്ധാന ശരീരത്തോടുകൂടി കർത്താവിനോടുകൂടി വാഴും എന്ന അതിന്റെ പൂർണ്ണതയാണ് നമ്മളിപ്പം വെളിപാട് 21:3 വാക്യത്തിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം 4-ാമത്തെ വാക്യം, ആ 4-ാമത്തെ വാക്യം ഇപ്പം അന്തിമ വിജയം പുസ്തകം, സാക്മനം പ്രധാന അന്തിമ വിജയം പുസ്തകത്തിലെ നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും അതിന്റെ ഷോർട്ട് എക്സ്പ്ലനേഷനേ ഉള്ളൂ. എങ്കിലും അതിപ്പം ജേക്കബ് ബ്രദർ ഇപ്പൊ വായിക്കുകയും അജി ബ്രദർ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുമല്ലോ. വെളിപാട് 21-ാമത്തെ വാക്യം 4: അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ശാപം എന്നേക്കുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് പോലും ആളുകൾ മരിക്കുമായിരുന്നു. എന്നാൽ ഒടുവിൽ നിത്യതയിൽ മരണം ഉണ്ടാകുകയില്ല. അവിടെ കരച്ചിലും മുറവിളിയും വേദനയും കാണുകയില്ല. ചെറിയൊരു വാക്യമാണ്. എന്താ നമ്മളവിടെ വായിക്കുന്നേ?
അവൻ അവരുടെ കണ്ണിൽ നിന്ന് ആ, അവൻ വായിക്കുമ്പോൾ ദൈവം തന്നെ അവിടെ ദൈവത്തിന്റെ കൂടാരത്തെക്കുറിച്ചും അവൻ അവരോടുകൂടെ വസിക്കുമെന്നൊക്കെ അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. അപ്പൊ ദൈവം തന്നെ നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു സമയം ഇന്ന്. ശരിയാണ്, നമ്മള് ക്രിസ്തുവിലുള്ള സന്തോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ യേശുവിലുള്ള സന്തോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. എങ്കിലും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല വേർപാടിന്റെ വേദന, നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണമടയുമ്പോൾ ഇന്ന് തന്നെ ഇപ്പം ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ, ഞങ്ങളുടെ CMF ഗ്രാജുവേറ്റ്സ് ഗ്രൂപ്പിലൊരു ചെറുപ്പക്കാരൻ ഡോക്ടർ, മേ ബി ഒരു എത്ര 40 വയസ്സ് 38-40 വയസ്സ് കാണുമായിരിക്കും. വിശ്വാസിയാണ്, അനസ്തേഷ്യോളജിസ്റ്റ് ആണ്, ഒരു മിഷണറി ഡോക്ടറാണ്. പെട്ടെന്ന് മരണം അടഞ്ഞതായിട്ട്, കാർഡിയാക്കായിട്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു മരണം എന്നുള്ള രീതിയിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതേ ഉള്ളൂ. ഞാൻ ഗ്രൂപ്പിൽ മീറ്റിംഗ് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെട്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2003 മറ്റു ബാച്ചിൽ പഠിച്ച ആഷ്ലി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ആ കുടുംബം, ഭാര്യയും 2 മക്കളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല ദുഃഖങ്ങളും നെടുവീർപ്പുകളും നമ്മൾ എത്ര ആത്മീയരാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് എടുക്കപ്പെടുമ്പോൾ അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രയാസവും കാര്യങ്ങളും അങ്ങനെയൊക്കെ പല പല പലതരത്തിലുള്ള വേദനയും വിഹുലതകളും എല്ലാം ഈ ഭൂമിയിൽ നമുക്കുണ്ട്. ശരിയാണ്, നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിലൊരു സന്തോഷമുണ്ട്. എങ്കിലും ആ, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തരുന്ന ആ ആ ഒരു ആത്മാവിലുള്ള ഒരു ദുഃഖവും ഭാരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ, ഇതുപോലുള്ള വേർപാടിന്റെ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഇങ്ങനെ നമ്മളെ ആ, പല പാട്ടിലൊക്കെ പാടുന്നുള്ള കണ്ണുനീരെല്ലാം അന്ന് മാറും എന്നൊക്കെ നമ്മൾ പാടുന്നത് പോലെ അന്ന് നമ്മളുടെ കണ്ണുനീരെല്ലാം ഇപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ കണ്ണുനീരൊക്കെ കർത്താവ് ഒരു തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ആ വാക്യം ആ, സങ്കീർത്തനം 56-ാമത്തെ സങ്കീർത്തനം കഴിഞ്ഞൊരു മീറ്റിങ്ങില് ഒരു സഹോദരി ആ, വളരെ വേദനയോടെ സഹോദരിയുടെ മോളുടെ മാനസാന്തരത്തിന് വേണ്ടി യുനോ കരഞ്ഞ് സാക്ഷ്യം പറയുന്നത് നമ്മുടെ ആലപ്പുഴ കമ്പൈൻഡ് മീറ്റിങ്ങിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ 56-ാം സങ്കീർത്തനത്തിന് 8-ാമത്തെ വാക്യമാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച നല്ല വാർത്ത കേട്ടു, ആ മോള് മാനസാന്തരപ്പെട്ട് സഭയിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അന്ന് നമ്മുടെ സൗരി ആണെങ്കിൽ സ്വന്തം മോളുടെ ആ ഒരു ചെറിയൊരു പിന്മാറ്റാവസ്ഥയിൽ നിന്ന്, ചെറിയതല്ല കുറച്ച് വലിയൊരു പിന്മാറ്റാവസ്ഥയിൽ നിന്ന് മോളുടെ മാനസാന്തരത്തിന് വേണ്ടി സൗരി സാക്ഷ്യം പറയുക, പക്ഷേ കണ്ണുനീരടക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് എങ്ങനെ അടിച്ച് പറയുമ്പോൾ എനിക്ക് ഈ വാക്യമായിരുന്നു ഓർമ്മ വന്ന്. ഒരു പക്ഷേ ഞാൻ അന്ന് അതിന് ശേഷം എന്തെങ്കിലും എഴുതിയിട്ടെന്ന് പറയുമായിരുന്നു, ഞാൻ ആ വാക്യം അന്ന് അപ്പം കോട്ട് ചെയ്യാനിരിക്കുമായിരുന്നു. പിന്നെ അപ്പോഴത്തെ സമയക്കുറവ് കാരണം പിന്നെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വന്നു. അന്നത്തെ ആ മീറ്റിംഗ് നമുക്കറിയാം, ആലപ്പുഴ ചർച്ചിന്റെ 50th ആനിവേഴ്സറിയുടെ ദിവസത്തിലെ കാര്യം ഞാൻ പറയുന്നത്. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, നീ എൻ്റെ ഉഴൽച്ചകളെ യു ഹാവ് ടേക്കൺ അക്കൗണ്ട് ഓഫ് മൈ വാണ്ടറിങ്സ്. നമ്മളെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ ചില ഉഴലുന്ന ആ, അലഞ്ഞ് ഉഴലുന്ന ചില അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ആരും കാണുന്നില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഹാഗാറിനെ കണ്ട ദൈവം നമ്മളെ കാണുന്നു. ഗോഡ് ഹു സീസ്, കർത്താവ് നമ്മളെ കാണുന്നു. അതാ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. കർത്താവിന് അതിൻ്റെ എണ്ണവും തിട്ടവും ഒക്കെ അറിയാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. നമ്മൾ വിചാരിക്കും ആരാ അറിയുന്നത് എൻ്റെ ഈ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ. കഴിഞ്ഞ ആഴ്ച മറ്റേ ഈ പറഞ്ഞ സഹോദരിയുടെ മകള് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്നു എന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പം വളരെ സന്തോഷം തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പം അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ ആ വാക്യം പറയുന്നത്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ദൈവത്തിനൊരു തുരുത്തിയുണ്ട്, ഈ ബോട്ടിൽ. അവിടെ വിശുദ്ധന്മാരുടെ കണ്ണുനീരൊക്കെ നമ്മളത് മനഃപൂർവ്വം കണ്ണുനീരമാക്കി കൃത്രിമമായിട്ടൊന്നും കണ്ണുനീര് വരുത്തണമെന്നൊന്നും അല്ല. ഒരു പക്ഷേ ഓഫ് കോഴ്സ് സഹോദരന്മാർക്ക് കണ്ണുനീര് വരാൻ കുറച്ചുകൂടി പാടായിരിക്കും, സഹോദരിമാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത് ദൈവം അവരെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വേദനയിൽ നിന്ന്, ആത്മഭാരത്തിൽ നിന്നുള്ള
മാനസാന്തരത്തിൻ്റെ ആ ഒരു കണ്ണുനീര് നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മളുടെ ഭാവി തലമുറയെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ചാർച്ചക്കാരെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ഒക്കെ മാനസാന്തരപ്പെടാത്ത അവസ്ഥകളെക്കുറിച്ചും നമ്മുടെ ദേശത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഭാരത്തോടെ നമ്മുടെ ആ ഒരു ആത്മാവിൻ്റെ കണ്ണുനീര്, ഇപ്പം ഭൗതികമായിട്ട് കണ്ണുനീര് വന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ ആത്മഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു ആ കണ്ണുനീര് കർത്താവ് എന്താ കർത്താവിൻ്റെ ഒരു തുരുത്തിയിലാക്കി വെക്കും. അത് നിന്റെ പുസ്തകത്തിലില്ലയോ, അത് നോട്ട് ഇൻ യുവർ ബുക്ക് എന്നുള്ളൊരു കാര്യം വായിക്കുന്നു കർത്താവ്. അതുപോലെ ആ ഒരു നമ്മളുടെ കണ്ണുനീര് മറികടക്കാത്ത ഒരു ദൈവമാണെന്നുള്ളൊരു കാര്യം, നമ്മുടെ ഹാഗാറിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ആ, അവിടെ ഉൽപ്പത്തി പുസ്തകം, ഞാൻ ഹാഗാറിന്റെ കാര്യത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചില്ല, എന്നാലും പെട്ടെന്ന് കാണുന്ന ദൈവം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഹാഗാറിനെ കണ്ട ദൈവത്തെക്കുറിച്ച് നമ്മളവിടെ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയിൽ അവിടെ ആ, ഹാഗാർ 16-ാമത്തെ അധ്യായത്തിലൊക്കെ ഹാഗാറിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. അതിനുശേഷം അതെ, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ ആ, ഹാഗാർ ആ, ഹാഗാർ വീട് വിട്ട് പോകുന്ന കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നു. ഹാഗാർ വീട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു കാര്യമൊക്കെ ഉൽപ്പത്തി 16-ാം അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ വാക്യം, ഷി കോൾഡ് ദ നെയിം ഓഫ് ദ ലോർഡ് ഹു സ്പോക്ക് ടു ഹർ, യു ആർ എ ഗോഡ് ഹു സീസ്. ഉൽപ്പത്തി ജെനസിസ് 16:13. അപ്പോൾ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. സോ ഗോഡ് ഇസ് എ ഗോഡ് ഹു സീസ്. കാണുന്നൊരു ദൈവമാണ്. നമ്മൾ ശരിക്കും ഒരുപക്ഷെ വേറെ ആരോടും പറയാനൊക്കാത്ത ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ചിലപ്പോൾ നമ്മളെല്ലാവരോടും പലരോടും ഷെയർ ചെയ്തതിന് ശേഷവും ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു നീറുന്ന വേദനയോ, നമ്മളുടെ ചില വീട്ടിലെ ചില പ്രശ്നങ്ങളായിരിക്കാം, മക്കളുടെ സംബന്ധിച്ചോ ഭാര്യയെ സംബന്ധിച്ചോ ഭർത്താവിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ചില നമ്മളുടെ യുനോ മരിച്ചുപോയവരെ സംബന്ധിച്ച് ഒക്കെയുള്ള ചില നീറുന്ന വേദനകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത് കൺസിഡറേഷൻ വരുന്ന ഒരു മേ ബി ഒരു 65 വയസ്സുള്ള ഒരു ലേഡി ഉണ്ട്. അവർ കുറേ നാളായിട്ട് ഫോളോ അപ്പിന് വരുന്നുണ്ട്. ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളത്. അവരുടെ ലേഡിയുടെ മകള് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പോ മറ്റോ ആണ് ആത്മഹത്യ ചെയ്തു. എന്നാൽ അതിനുശേഷം ഇപ്പോഴും ആ വേദനയിൽ നിന്ന് കരകയറി യുനോ ഇപ്പോഴും ആ ഒരു മെഡിസിൻ്റെയൊക്കെ സഹായത്തോടെ ലേഡിക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. അവരുടെ ചിലരുടെ ആ ഒരു വേദനയൊക്കെ അങ്ങ് ഇന്ന് കർത്താവിൽ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ ആരും നമ്മളുടെ വേദന മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല എന്ന്. യുനോ കർത്താവ് നമ്മളെ കാണുന്നു. നമ്മളതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സാറായി, അതിൻ്റെ അവസാനം സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. അവിടെ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഫൗണ്ട് ഹർ. ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ദൈവം തന്നെ അവളെ കണ്ടു എന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ, ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുമ്പോൾ അവിടെ അത് ദൈവത്തെ കുറിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 10-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതാക്കും. അതിൻ്റെ 9-ാമത്തെ വാക്യം, അതിന് മുമ്പ് 9-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും, നീ ഗർഭിണിയല്ലോ, നീ ഒരു അങ്ങനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മായിൽ എന്ന് പേര് വിളിക്കണം, അവന് കാട്ടുകഴുതിയപ്പുള്ള മനുഷ്യനായിരിക്കും, അവരുടെ കയ്യിൽ എല്ലാവർക്കും വിരോധമായ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇന്ന് ഫുൾഫിൽഡ് ആയിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കെതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൾ, ആ 13-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ച്, യു ആർ എ ഗോഡ് ഹു സീസ്. നമ്മെ കാണുന്നൊരു ദൈവം. നമ്മളെ നമ്മളുടെ വേദനയും പ്രയാസവും ഒക്കെ ചിലപ്പം നമ്മൾ മനുഷ്യരോട് എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലമായിട്ട് നിനക്ക് അത് മറക്കാറായിട്ടില്ലേ, ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ? മനുഷ്യർക്ക് നമ്മളുടെ വേദനയും പ്രയാസമൊക്കെ മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യരാണ്. എന്നാൽ ദൈവം നമ്മളുടെ കണ്ണുനീരൊക്കെയും അത് ഇന്ന് തുരുത്തിയിൽ സൂക്ഷിക്കും. അന്ന് കർത്താവ് തന്നെ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ആ ഒരു ദിനം, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. വെളിപാട് 21-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. റെവലേഷൻ 21:4. നമ്മളുടെ ജീവിതത്തിലെ പല ദുഃഖകരമായിട്ടുള്ള പല സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ, അവിടെ എല്ലാം കർത്താവിൻ്റെ ഒരു ഹീലിംഗ് ടച്ച് എല്ലാം നമ്മൾ ഇന്ന് വർദ്ധമാനമായ രീതിയിൽ അനുഭവിക്കുന്നു. എന്നാൽ വർദ്ധമാനമായ രീതി എന്ന് പറഞ്ഞാൽ എന്താ, അത് വലിയ മലയാളമായി പോയോ? ഇൻ എ പ്രോഗ്രസിങ് വേ, ഇൻ എ ഇൻക്രീസിങ് മെഷർ.
വർദ്ധിക്കുന്ന രീതിയിൽ, കൂടിക്കൂടി വരുന്ന രീതിയിൽ, അതാ വർദ്ധമാനമായ രീതിയിൽ നമ്മൾ ഇന്ന് നമ്മളുടേതായിട്ടുള്ള പല ദുഃഖങ്ങളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പൂർണ്ണത, അത് കർത്താവിൻ്റെ വരവെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ ആത്യന്തികമായ ഒരു പൂർണ്ണത, ദ അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ്, ദ അൾട്ടിമേറ്റ് പെർഫെക്ഷൻ, കംപ്ലീഷൻ ഇസ് ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. അതാ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, പിന്നെ കണ്ണുനീരില്ല. അതാ നമ്മളിവിടെ വായിക്കുന്നത്. കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാവുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഈവൻ അന്ന് ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ പോലും, മില്ലേനിയൽ റെയിനിൽ പോലും ആൾക്കാർ മരിക്കുന്ന രംഗമൊക്കെ നമ്മൾ ഇവൻ യെശയ്യാവ് 65 അധ്യായത്തിലൊക്കെ അവിടെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള പ്രോഫസിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മരണം ത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. യെശയ്യാവ് 65 അധ്യായത്തിലെ ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? യെശയ്യാവ് 65 അവിടെ മില്ലേനിയൽ റെയിനെ കുറിച്ച് പറയുന്നൊരു സ്ഥലമാണ്. 65 അധ്യായത്തിന്റെ 20 വാക്യം എന്താ? കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഉണ്ടാകുകയില്ല. ചില എല്ലാം ഏജ് തികഞ്ഞായിരിക്കും മരിക്കുന്നത്. കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയോ ആയുസ് തികയാത്ത വൃദ്ധനോ ഒന്നും ഉണ്ടാകത്തില്ല സഹസ്രാബ്ദ വാഴ്ചയിൽ. എങ്കിലും പിന്നെ ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സിനുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ എന്നുള്ളൊരു കാര്യമൊക്കെ അതിൻ്റെ അർത്ഥഭേദങ്ങളൊക്കെ നമ്മളന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ വെച്ചാൽ അന്നും മരണം ഉണ്ടാകും സഹസ്രാബ്ദ വാഴ്ചയിൽ പോലും. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. കണ്ടോ? ഐസയ ചാപ്റ്റർ 65 വേഴ്സ് 20 and 21 അപ്പം വായിച്ചേ. അപ്പം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ദേ വിൽ നോ ലോങ്ങർ ബി എനി ഡെത്ത്. ആ ഒരു ഡെത്ത് എപ്പോൾ വന്നതാ? പാപത്തിന്റെ ഫലമായിട്ടാണ്. ആദാമിനോ അവയിലെയും പാപത്തിന്റെ ഫലമായിട്ടാണ് അവിടെ മരണവും കണ്ണുനീരും മുള്ളുകളും വേദനയും എല്ലാം വന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി 3 അധ്യായത്തിൽ വായിക്കുന്നു. നമ്മൾ ഇതിന്റെ തുടക്കം, ഈ മരണത്തിന്റെയും വേദനയുടെയൊക്കെ തുടക്കം നമ്മൾ എവിടെ കാണുന്നത്? ഉൽപ്പത്തി 3 അധ്യായം നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ 15 വാക്യം വായിച്ചു. അപ്പൊ അതിനുശേഷം അവിടെ 14-15 വാക്യങ്ങളിൽ സാത്താനോട്, സർപ്പത്തോട് ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൽപ്പത്തി 3 അധ്യായം ജെനസിസ് 3:14 and 15 വായിച്ചേ. അപ്പൊ അതിനുശേഷം സ്ത്രീയോട് എന്താ പറയുന്നേ? ഈ സ്ത്രീക്ക് കൊടുത്ത ആ ശാപം ഇന്നും ആ ശാപം എന്താ ഉള്ള സ്ത്രീയോട് പറയുന്ന എന്താ? ആ ശാപത്തിന്റെ ഫലങ്ങള് ഇന്നും മനുഷ്യര് അനുഭവിക്കുന്ന കാര്യം നമുക്കറിയാം. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ഐ വിൽ ഗ്രേറ്റ്ലി മൾട്ടിപ്ലൈ യുവർ പെയിൻ ഇൻ ചൈൽഡ് ബർത്ത്. കഷ്ടവും ഗർഭധാരണവും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗർഭധാരണത്തിലുള്ള അല്ലെങ്കിൽ പ്രസവത്തിലുള്ള വേദന വർദ്ധിപ്പിക്കും. അതാ, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഇന്നും ഏറ്റവും നല്ല വിശ്വാസിയായിട്ടുള്ള സഹോദരിയാണെങ്കിലും വേദനയോടുള്ള പ്രസവം, നമ്മൾ സുഖപ്രസവം എന്നൊക്കെ പറയുന്ന, എത്ര വേദന അനുഭവിച്ചാണ് അവർ പ്രസവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അത് ഈ ഒരു ശാപത്തിന്റെ, ശാപഗ്രസ്തമായ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉള്ളതിന്റെ അനന്തര ഫലങ്ങളാണ്. അതാ, ഇൻ പെയിൻ യു വിൽ ബ്രിങ് ഫോർത്ത് യുവർ ചിൽഡ്രൻ. നിന്റെ ഭർത്താവിനോടാകും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതും നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അവിടെ ദൈവം സ്ത്രീയോ പുരുഷനെയോ അല്ലെങ്കിൽ ആദാമിനെയോ അവയും ശപിക്കുന്നതായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വായിക്കുന്നില്ല. അവിടെ കേഴ്സ്ഡ് ഈസ് ദ ഗ്രൗണ്ട് എന്നാണ് നമ്മൾ ക്ലിയർ ആയിട്ട് വായിക്കുമ്പോൾ കാണുന്നത്. അവിടെ കേഴ്സ്ഡ് ആയു എന്ന് പറഞ്ഞ് സാത്താനോട് പറയുന്നുണ്ട്, ഭൂമിയും കേഴ്സ്ഡ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ദൈവത്താൽ ശപിക്കപ്പെട്ട മനുഷ്യൻ പിന്നീട് അടുത്ത അധ്യായത്തിൽ വരുന്ന കയീന എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സാങ്ക്വയറിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ അനന്തര ഫലങ്ങൾ, പണിഷ്മെന്റ് നിങ്ങൾ അനുഭവിക്കും. എന്നാൽ ശപിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നമ്മളിന്നും ഒരു പൂന്തോട്ടമോ കൃഷിയോ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നട്ടു നനയ്ക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പെട്ടെന്ന് വളർന്ന് വലുതാവുന്നത് ഈ മുള്ളും പറക്കാരെന്ന് പറഞ്ഞ ഈ പുല്ലും വീഡ്സ്, കളകളൊക്കെ ആയിരിക്കും. ഇപ്പൊ
ഇപ്പം തന്നെ ഇവിടെ അവിടെ പടിഞ്ഞാറപ്പുറത്ത് കുറച്ച് പിന്നെയും കുറച്ച് ഈ പുല്ലും ഒക്കെ എല്ലാം ചെത്തി വെടുപ്പാക്കിയത് കുറച്ച് ഇത് എല്ലാം നന്നായിട്ട് അങ്ങ് കിളിച്ച് വരുക. അപ്പം നമ്മുടെ ജോലിക്കാർ പറയുമായിരുന്നു, "ഓ, നമ്മൾ നട്ട് വളർത്തി എത്രയും താഴ്ച വളരത്തില്ലല്ലോ, ഇത് എത്ര പെട്ടെന്ന് ഇതെല്ലാം കൂടെ വളർന്ന് പറഞ്ഞെന്ന്" കഴിഞ്ഞ ദിവസം അവർ പറയുമായിരുന്നു. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും, നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. അപ്പൊ അതിൽ ആ മണ്ണിൽ തിരികെ ചേരും എന്നുള്ള ആ ഒരു മരണത്തിന്റെ കാര്യമൊക്കെ അവിടെ പറയുന്നത്. വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. അത് കഴിഞ്ഞിട്ട് ദൈവം അവരെ ഉടുപ്പിച്ച കാര്യമൊക്കെ നമ്മൾ 21-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ശാപത്തിന്റെ തുടക്കം നമ്മളിവിടെ കണ്ടു. ശാപമായിട്ട് തീർന്നവൻ ഒരുവൻ ക്രൂശില് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആരാ? യേശു കർത്താവ്. കർത്താവ് ശാപമായി തീർന്നു. അത് നമുക്ക് ആ വാക്യം വചനഭാഗമൊക്കെ എല്ലാവർക്കും ഹൃദയസ്ഥമാണോ? എവിടെ പറയുന്നത് ജീസസ് ബിക്കേം എ കേഴ്സ് ഫോർ us എന്ന്? കർത്താവ് നമുക്ക് ശാപമായി തീർന്നു എന്ന് പറയുന്ന വാക്യം എവിടെ? ഗലാത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വാക്യവും പെട്ടെന്ന് കാണാമല്ലോ. കർത്താവ് നമുക്ക് ശാപമായി തീർന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അനുഗ്രഹമാകാൻ പറ്റുന്നത്. പിന്നെ ആ ശാപത്തിന്റെ പരിപൂർണമായിട്ടുള്ള നീക്കം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആയിരിക്കും. ഇന്ന് ആത്മാവിന്റെ തലത്തിൽ ആ ശാപത്തിന്റെ നീക്കം വന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഒരു പുനരുദ്ധാന ശരീരം വരുമ്പോൾ ശരീരത്തിന്റെ തലത്തിലും ശാപത്തിന്റെ നീക്കം വരും. ഇന്ന് ദേഹിയുടെ തലത്തിലുള്ള ശാപത്തിന്റെ നീക്കം വന്നുകൊണ്ടേ ഇരിക്കുക, നമ്മുടെ കർത്താവിനെ പോലെ ഓരോ ദിവസവും അനുരൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ. എന്നാൽ അതാ ആ ഒരു 3 ടെൻസസിലുള്ള ആ ഒരു ശാപം നമ്മുടെ വചനത്തെ ആ ഒരു സിമ്പിളായിട്ട് ഈ ഒരു 3 ടെൻസസിൽ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കൂടുതൽ ക്ലിയർ ആവും. ഇന്നിപ്പം ചില പ്രോസ്പെക്റ്റീവ് പ്രീച്ചേഴ്സ് ഒക്കെ പറയും, നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണോ, നിങ്ങൾക്ക് രോഗം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില പ്രോസ്പെക്റ്റീവ് പ്രീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ തന്നെ പലർക്കും അസുഖമൊക്കെ വന്നപ്പോൾ എല്ലാവരും തട്ടിപ്പോയെന്ന് അറിയത്തില്ല. അതിന്റെ കോൺട്രഡിക്ഷൻ പറഞ്ഞ ഈ രോഗമൊന്നും വരത്തില്ല എന്ന് പറയുന്നത് സ്പെക്സ് ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അതിന് അപ്പൊ അവരോട് ചോദിക്കുന്നത്, അപ്പൊ ഈ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി വേണ്ടവണ്ണം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ കണ്ണാടിയൊക്കെ ധരിച്ചിരിക്കുന്നതെന്ന് ആരും തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ല. എന്നാൽ രോഗം വരുത്തില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ യേശുവിൽ വിശ്വസിക്കാൻ വേണ്ട രോഗം ഇല്ല. ശരിയാണ്, കർത്താവിന് നമ്മളുടെ രോഗം സൗഖ്യമാക്കാൻ കഴിയും. എന്നാൽ രോഗമൊന്നും വരുത്തില്ല എന്ന് പറയുന്ന ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ഒരു ഉപദേശമായിട്ട് മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ച് മരുന്നൊന്നും എടുക്കരുത്, പ്രാർത്ഥിച്ചെല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ അവസാനം ഈ പറയുന്ന പാസ്റ്റർമാർക്ക് രോഗം വരുമ്പോൾ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും. പക്ഷെ ഈ ബുദ്ധിമാന്ദ്യം പിടിച്ചെന്ന വണ്ണമുള്ള ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം അപ്പാടെ വിഴുങ്ങി അവർ അകാല മരണം അടയുന്ന സംഭവങ്ങളൊക്കെ എത്രയോ കേരളക്കരയിൽ തന്നെ അതൊക്കെ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ നാമം എത്ര ദുഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗലാത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ശാപം ഇന്ന് ആത്മാവിന്റെ തലത്തിലെ ശാപം നീക്കപ്പെട്ടു. കർത്താവിന്റെ സൗഖ്യം നമ്മൾ ഇന്ന് അനുഭവിക്കുമ്പം ഭാഗികമായിട്ട് കർത്താവ് ആ ശാപം രോഗവും ശാപത്തിനൊരു ഭാഗമാണ്. ഭാഗികമായിട്ട് പാർഷ്യലായിട്ട് ആ ശാപം നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ കരുണയിൽ. എന്നാൽ പൂർണ്ണമായിട്ടും ഈ രോഗമൊന്നും ഇല്ലാത്തൊരു തലം എന്നാ വരുന്നത്. നമുക്ക് ഒരു രോഗവും ഇല്ലാത്തൊരു തലം. നമ്മൾ എത്ര ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമോ എന്തെല്ലാം വ്യായാമങ്ങളും എന്തെല്ലാം ഏറ്റവും ആരോഗ്യകരമായിട്ട് എന്തെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ജീവിച്ചാൽ പോലും തീർച്ചയായിട്ടും രോഗങ്ങളും മരണവും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും വിശ്വസ്തനായ അപ്പോസ്തലനായ പൗലോസിന് കണ്ണിലെ ഒരു കണ്ണിലൊരു കണ്ണിന്റെ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നിരിക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗലാത്യർ 4-ാം അധ്യായവും 2 കൊരിന്ത്യർ 12-ാം അധ്യായവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തോൺ ഇൻ ദ ഫ്ലഷ്, ജഡത്തിലെ മുള്ളെന്ന് പൗലോസ് ഒരു വിഷയം പറയുന്നത് തന്റെ കണ്ണിന്റെ ദീനത്തെക്കുറിച്ചായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കണ്ണ് എനിക്ക് വേണ്ടി പറിച്ചു തരാം സമ്മതമായിരുന്നല്ലോ എന്നൊക്കെ ഗലാത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് ഗലാത്യ വിശ്വാസികളോട് പറയുന്നുണ്ട്. അപ്പം പൗലോസിന്റെ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ എത്ര വലിയ അക്ഷരത്തോടെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്നൊക്കെ പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം പൗലോസിന്റെ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതൊക്കെയാണ് അതിൽ നിന്ന് ചരിത്രകാരന്മാരൊക്കെ
ബൈബിൾ പണ്ഡിതന്മാരൊക്കെ അനുമാനിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം പൗലോസ് 2 കൊരിന്ത്യർ 12 പറയുന്ന ജഡത്തിലെ മുള്ള്, തോൺ ഇൻ ദ ഫ്ലഷ് എന്നൊക്കെ സാങ്ക്തുയറിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പൗലോസിനും ഏറ്റവും വിശ്വസ്തനായ പൗലോസിനും രോഗാവസ്ഥ ഉണ്ടായിരുന്നു. പൗലോസ് അനേകരെ സൗഖ്യമാക്കി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും പൗലോസിന് ദൈവം തന്നെ താഴ്മയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി, താഴ്മയിൽ ഹമ്പിളായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ജഡത്തിലൊരു മുള്ളു കൊടുത്തു എന്നൊക്കെ 2 കൊരിന്ത്യർ 12 നമ്മൾ വായിക്കുന്നത്, എൻ്റെ 7ാമത്തെ വാക്യത്തിലൊക്കെ. ഈവൻ തിമോത്തിയോസിന്, പൗലോസിന് നിജപുത്രനായ തിമോത്തിയോസ്, ട്രൂ സൺ, നിജപുത്രൻ എന്ന് പറഞ്ഞാൽ ട്രൂ സൺ ആയിരുന്നു, ട്രൂ സ്പിരിച്വൽ സൺ ആയിരുന്നു തിമോത്തിയോസിന് എന്തുണ്ടായിരുന്നു? ഫ്രീക്വൻറ്റ് സ്റ്റൊമക്ക് എയിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എപ്പോഴും വയറിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തിമോത്തിയോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം മരുന്നൊക്കെ എടുക്കുന്ന കാര്യമൊക്കെയാണ് 1 തിമോത്തിയോസ് 5:23 നമ്മൾ വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:23 നമുക്കറിയാം, നമ്മുടെ ആത്മാവ് ദേഹി ദേഹം എന്ന് പറയുന്ന വാക്യ 1 തെസ്സലോനിക്കർ 5:23. 1 തിമോത്തിയോസ് 5:23 ഈ ഒരു മരുന്ന് എടുക്കുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ഈ 1 തിമോത്തിയോസ് 5:23 ഇത്ര കൃത്യമായിട്ട് ഓർമ്മ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ പേഷ്യൻസിനോട് കൗൺസിൽ ചെയ്യുമ്പോൾ മരുന്ന് എടുക്കാൻ മടിയുള്ള വിശ്വാസികൾ വരുമ്പോൾ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നുണ്ട്. 1 തിമോത്തിയോസ് 5:23 എനിക്ക് വളരെ ഹൃദയസ്ഥമാണ്. അപ്പം ഗലാത്യർ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിവിടെ വെളിപാട് 21-ാം അധ്യായത്തിൽ നിന്ന് ഗലാത്യർ 3-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ശാപം എല്ലാം, അതിൻ്റെ ആ കർത്താവ് ശാപമായി തീർന്നതിൻ്റെ പൂർണ്ണ ഫലം നമ്മൾ അനുഭവിക്കുന്നത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലായിരിക്കും. ഇന്ന് അതിന് ഭാഗികമായിട്ട് ആത്മാവിൻ്റെ തലത്തിൽ ശാപമെല്ലാം നീങ്ങിപ്പോയി, നമ്മൾ പുതിയ സൃഷ്ടിയായി. ദേഹിയുടെ തലത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പം ആ ശാപം ഭാഗികമായിട്ട് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദേഹത്തിൻ്റെ തലത്തിൽ പുനരുത്ഥാന ശരീരം കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണത അനുഭവിക്കാൻ ഒക്കുന്നത്. എന്ന് കർത്താവിൽ നിന്ന് നമ്മളെ സൗഖ്യമാക്കുമ്പോൾ, കർത്താവ് രോഗത്തിൽ നിന്ന് നമ്മളെ സൗഖ്യമാക്കുമ്പോൾ ആ പുനരുത്ഥാന ശക്തിയുടെ ഒരു ചെറിയ കണികകൾ, ചില സ്പൂണിൽ നിന്നുള്ള ചില ഡ്രോപ്സ് എന്ന വണ്ണമൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ദേഹത്തിൽ അനുഭവിക്കുന്നു. എന്ന് അതിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ, എന്നാൽ അതും കഴിഞ്ഞുള്ള ഏറ്റവും പരിപൂർണത, അൾട്ടിമേറ്റ് പെർഫെക്ഷൻ, ആത്യന്തികമായ പൂർണ്ണത പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും, അല്ലെങ്കിൽ പുതിയ സ്വർഗത്തിലും പുതിയ ഭൂമിയിലും ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പം വെളിപാട് 21:4 കണ്ടത്. അപ്പം നമ്മൾ കർത്താവ് ശാപമായി എന്ന് പറയുന്നത് ബൈബിളിൽ എവിടെയോ ആരോ പറഞ്ഞിരിക്കുന്നു എന്ന് എബ്രായ ലേഖകനെ പോലെ പറയാതെ നമുക്ക് എവിടെ എഴുതിയിരിക്കുന്നത്? ഗലാത്യർ 3-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 10ാമത്തെ വാക്യം, ഗലാത്യർ 3:10 എന്താ വായിക്കുന്നത്? എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാൻ എല്ലാവരും എഴുതിയിരിക്കുന്നില്ല എന്ന് അതെ. അതിൻ്റെ 10ാമത്തെ വാക്യം കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ടാണ്, അതിൻ്റെ 12ാമത്തെ വാക്യം, 13ാമത്തെ വാക്യം ഉദ്ദേശിച്ചത്. ഗലാത്യർ 3:13, ഗലേഷ്യൻസ് 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ. എവിടെ എഴുതിയിരിക്കുന്നു? ആവർത്തന പുസ്തകം 21:22 വാക്യം എടുത്ത് നോക്കിയാൽ മതി. ആവർത്തന പുസ്തകം ഡിട്രോണമി ചാപ്റ്റർ 21:22 "Cursed is everyone who hangs on a tree." മരത്തിന്മേൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മളിതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് നമ്മൾ ഡിട്രോണമി ഒന്ന് എടുത്ത് നോക്കുന്നതിന് നമുക്ക് വലിയ പ്രയാസമില്ല. ആവർത്തന പുസ്തകം നമുക്കിവിടെ ഒരു ഗലാത്യർ, നമ്മുടെ വെളിപാട് 21 ഒരു വിരലുണ്ട്, ഗലാത്യർ 3 ഒരു വിരലുണ്ട്. ഡിട്രോണമി ആവർത്തന പുസ്തകം 21-ാം അധ്യായം, 21-ാം അധ്യായത്തിൽ അതിൻ്റെ 22ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ. കർത്താവ് ഒരു മരക്കുരിശിലാണ് മരിച്ചത്. അപ്പം ആ മരക്കുരിശിൽ മരിച്ചത്, ആ മരത്തിൽ തൂക്കുന്നത്, അത് ഈ ഒരു ആവർത്തന പുസ്തകത്തിലെ ഈ ഒരു ശാപയോഗ്യതയുടെ ഒരു പൂർത്തീകരണമാണ്, ഫുൾഫിൽമെന്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ അവനെ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പിലാത്തോസിൻ്റെ അടുക്കെ അരമത്തെ ജോസഫെ എന്ന് ആ കർത്താവിൻ്റെ ശരീരം ഇറക്കുന്നതിന് വേണ്ടി പറയുന്നതും, പിറ്റേന്നാണ് ശബത്തുമാണ്, ശരീരം മരത്തിൽ രാത്രി മുഴുവൻ ഇരിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ. ഒരുപക്ഷെ അങ്ങനെ ഇരുന്നാൽ കഴുകന്മാർ പോലെ, വൾച്ചേഴ്സ് ആൻഡ് ഈഗിൾസ്, കഴുകന്മാരും അങ്ങനെയൊക്കെയുള്ള ബേർഡ്സ് ഓഫ് പ്രേ, അതുപോലെയൊക്കെയുള്ള മൃഗങ്ങൾ, മൂങ്ങ, കഴുകൻ, അതുപോലെയൊക്കെയുള്ള പക്ഷികൾ വന്ന് ഡെഡ് ബോഡിയെ ഡാമേജ് ചെയ്യും എന്നുള്ള ഒരു കാര്യമൊക്കെ അന്ന്
റോമൻ ഗവൺമെന്റിന്റെ ക്രൂശീകരണം എന്നുള്ളൊരു അവരുടെ ഒരു പതിവ് പരിപാടിയായിരുന്നു. ഈ ഇതുപോലുള്ള വധശിക്ഷ, ഇന്ന് നമ്മൾ വധശിക്ഷ എന്ന് പറയുന്നത് പോലെ അന്ന് ക്രൂശീകരണം നടപ്പാക്കുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ള ബോഡീസിന് ഡാമേജ് വരാതിരിക്കാൻ തക്കവണ്ണം അവർ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ന്യായപ്രമാണത്തിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്, അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ ഡിട്രോണമി, ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-23 നമ്മളിപ്പം വായിച്ചു. അപ്പം അത് അങ്ങനെ ശാപഗ്രസ്തമായ ഒരു മരണം, ശാപയോഗ്യമായ ഒരു മരണമാണ് യേശു കർത്താവ് എനിക്ക് വേണ്ടി. നമുക്ക് കർത്താവ് അങ്ങനെ ശാപമായി മരിച്ചു എന്ന് നമ്മളങ്ങ് ചുമ്മാ ഒരു ലാഘവത്തോടെ അങ്ങ് പറയുവാണോ? എനിക്കായിട്ട് ഞാൻ ശപിക്കപ്പെട്ടവനാ, പാപത്തിന്റെ ന്യായപ്രമാണത്തിൻപടി ജീവിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാണെന്ന് അതിന്റെ തൊട്ട് മുമ്പേ നമ്മൾ ഇതേ ഗലാത്യർ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഗലാത്യർ 3-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു. അത് ആവർത്തന പുസ്തകം 27-ന്റെ 26 എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 27-ന്റെ 26-ാമത്തെ വാക്യത്തില് ന്യായപ്രമാണപ്രകാരം നമ്മൾ ജീവിച്ചില്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ആ ന്യായപ്രമാണത്തിന്റെ അതേ സ്റ്റാൻഡേർഡിൽ ജീവിക്കാത്തതിനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ആ ശാപം നമുക്കുണ്ട്. അപ്പൊ ആ ശാപം എങ്ങനെ കർത്താവ് തീർത്തതെന്ന് വെച്ചാൽ കർത്താവ് തന്നെ ക്രൂസിൽ എനിക്കായിട്ട് ശാപമായിട്ട് തീർന്നു. നമ്മൾ പല പാട്ടുകളിലൊക്കെ നമ്മളത് പാടുന്നുണ്ടല്ലോ, കർത്താവ് നമുക്കായിട്ട് എനിക്കായിട്ട് ശാപമായവൻ. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി കർത്താവ് ശാപമായെന്ന് വെച്ചാൽ കർത്താവിൽ അനുഗ്രഹമാകാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നാം കർത്താവിൽ അനുഗ്രഹമാകാൻ വേണ്ടിയാ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. കർത്താവ് നമുക്ക് ശാപമായി തീർന്നിട്ട് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളൊരു അനുഗ്രഹം ആകുന്നില്ലെങ്കിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്ന് വ്യർത്ഥമായി പോയി എന്ന് പറയേണ്ടി വരും. അതാ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടത് എത്രയധികം വലിയൊരു വാഗ്ദത്വമാണ്. അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നതിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കാതെ പോകും. ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അത് നമുക്ക് പ്രയോജനം കിട്ടാതെ പോവുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് വേണ്ടി നമ്മളുടെ അപ്പൻ ബാങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും അറിയാതെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ അത് ദരിദ്രനായിട്ട് ജീവിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടാതെ പോകുന്നു എന്ന് പറയുന്നത് പോലെ ആണ് ദൈവം നമ്മളെ ഏറ്റവും യു ഷാൽ ബി എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹമായി തീരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും എന്നാണ് എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. ഉൽപ്പത്തി 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. അപ്പൊ ആ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെയാണ്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിലൂടെയാണ് ആ അനുഗ്രഹമെന്ന് നമ്മൾ എൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ഈ ഗലാത്യർ 3-ന്റെ തന്നെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് when the Holy Spirit fills us will be blessing wherever we are, in our school, in our college, in our hostel, in our office, wherever നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയ്ക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്ന 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുക. ഗലാത്യർ 3-ന്റെ 13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു, ന്യായപ്രമാണം നമ്മൾ അനുസരിച്ചില്ല, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശാപം ഉണ്ടായിരുന്നു. ആ ശാപത്തിൽ നിന്ന് നമ്മളെ കർത്താവ് വിലക്കി വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, യേശു ക്രിസ്തുവിൽ എബ്രഹാമിന്റെ ആ അനുഗ്രഹം ജാതികളായിട്ടുള്ള നമുക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ, ആത്മാവെന്ന ആ വാഗ്ദത്വം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായതിലൂടെ നമ്മൾ അനുഗ്രഹമായി തീരാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളെ പ്രാപ്തനാക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടെ സിംപ്ലറായിട്ട് അത് കാര്യം മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് അപ്പൊ ആ ശാപം കർത്താവ് ക്രൂസിൽ നമുക്ക് വേണ്ടി നീക്കി. അതിൻ്റെ ഒരു പാരമ്യം, അതിൻ്റെ ഒരു പെർഫെക്ഷൻ, പൂർണ്ണതയാണ് നമ്മളിവിടെ എവിടെ കാണുന്നത്? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. അതാ നമ്മൾ വെളിപാട് പുസ്തകം തിരിച്ച് നമ്മൾ കറണ്ട് ലൊക്കേഷൻ എങ്ങോട്ട് വന്നു, വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗലാത്യർ 3 എല്ലാവരും തിരിച്ചെത്തിയോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേതിന് മുമ്പുള്ള ഫസ്റ്റ് തിങ്സ്, ഇതിനു മുമ്പുള്ള ഫോർമർ തിങ്സ്, മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ളൊരു കാര്യമാണ്
നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പം ആ കാര്യം നമ്മളിപ്പം അതിപൂജ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ശാപം എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടിരുന്നു. സഹസ്രാബ്ദ കാലത്ത് പോലും ആളുകൾ മരിക്കുമായിരുന്നു. ഇന്ന് ഈ നിത്യത യഥാർത്ഥത്തിൽ തുടങ്ങുവാണ് ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. അവിടെ ഒരു നിത്യതയിൽ മരണം ഉണ്ടാവുകയില്ല. അവിടെ കരച്ചിലും മുറവിളിയും വേദനയൊന്നും കാണുകയില്ല. ഇന്ന് തന്നെയും നമ്മളുടെ കണ്ണുനീര് കർത്താവ് തുരുത്തിൽ സൂക്ഷിക്കുന്നു. ഇന്നും കർത്താവ് നമ്മളുടെ ആ, കണ്ണുനീര് തുടയ്ക്കാൻ മതിയായവനാണ് എന്ന അതിൻ്റെ ഒരു പൂർണ്ണത അന്ന് നമ്മൾ അനുഭവിക്കും. ആ, ഇന്ന് നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നിത്യതയുടെ വെളിച്ചത്തില് കർത്താവിൻ്റെ ആ ഒരു യുനോ പെർഫെക്ഷൻ, പൂർണ്ണത നിത്യതയിൽ നമ്മൾ അനുഭവിക്കുമ്പം ആ ഒരു വീക്ഷണകോണിൽ കൂടെ നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസവും സന്തോഷമുണ്ട്. ശരിയാണ്, ഇന്ന് നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല വേദനയും കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും കർത്താവിൽ നമുക്ക് സന്തോഷിക്കാനൊക്കും. എന്താ വെച്ചാൽ കർത്താവ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനായിട്ടൊരുവൻ അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ നിന്നും നമുക്ക് നമ്മളുടെ കണ്ണുനീര് തുടയ്ക്കാൻ മതിയായവനാണ്. നമ്മുടെ ഏത് ദുഃഖവേളയിലും പ്രയാസത്തിലും ഒക്കെ കർത്താവ് അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. കർത്താവിൻ്റെ കൃപ നമുക്ക് മതി എന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ തിരുവചനത്തിലുണ്ട്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞ കർത്താവിൻ്റെ കൃപ നമുക്ക് മതി എന്ന് എവിടെ പറയുന്നേ? 2 Corinthians 12:9 വാക്യത്തിൽ. പിന്നെ എല്ലാം കർത്താവ് നന്മയ്ക്കായിട്ടാക്കി തീർക്കും എന്നെവിടെ പറയുന്നേ? റോമർ 8:28 പിന്നെ നമുക്ക് കഴിയുന്നേ കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ലെന്ന് എവിടെ പറയുന്നേ? 1 Corinthians 10:13 1 Corinthians 10:13. അപ്പം അത്രയും വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ 5ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ ഇപ്പം അതിപൂജ പുസ്തകത്തിലെ 5ാമത്തെ വാക്യവും അതിൻ്റെ എക്സ്പ്ലനേഷനും ജേക്കബ് പേർക്കും വായിക്കുമല്ലോ, അജി പേർക്കും ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 5. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം നിറയെ പുതിയ കാര്യങ്ങളാണ്. പുതിയ പേര്, പുതിയ പാട്ട്, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇപ്പോൾ ഇതാ സകലവും പുതുതാക്കുന്നു. യോഹന്നാനോട് എല്ലാം എഴുതി വയ്ക്കുവാൻ ഇവിടെ കൽപ്പിക്കുന്നു. തങ്ങളുടെ ഭാവി ഭവനം എങ്ങനെ ഇരിക്കുമെന്ന് ദൈവജനത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്. വെളിപ്പാട് പുസ്തകം 21 5ാമത്തെ വാക്യം നമ്മളിവിടെ വായിക്കുക. എന്താ നമ്മൾ വായിക്കുന്നേ? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ബിഹോൾഡ് ഐ എം മേക്കിംഗ് ഓൾ തിങ്സ് ന്യൂ. ഈ ഒരു വാഗ്ദത്തം നമ്മൾ അത് വായിച്ചായിരുന്നു. എവിടെ നമ്മൾ വായിച്ചേ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആ വാഗ്ദത്തം നമ്മൾ കണ്ടായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 43:19. ഞാൻ ആ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഇത് അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഫുൾഫിൽമെൻ്റ് ആണ്. ഇപ്പം നമ്മൾ വെളിപാട് 21 5ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച്. എന്നാൽ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പുതുതാക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 43:19. അത് ഒരുപക്ഷെ നമ്മൾ ഇതെനിക്ക് അറിയാവുന്ന വാക്യമല്ലേ, ഇതൊക്കെ നമ്മൾ എത്ര കേട്ട് പഴകിയിരിക്കുന്നു എന്നൊരു പഴക്കം വരാം. എന്നാൽ ആ വാക്യം ഇന്നും പുതുതാക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതാ കർത്താവ് പറയുന്നേ. അതിൻ്റെ 18ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. യെശയ്യാവ് 43:18. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ മുമ്പ് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായി, കയ്പുണ്ടായി, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, അശുദ്ധി ഉണ്ടായി, കോപമുണ്ടായി, ആകുല ചിന്തകളുണ്ടായി, അങ്ങനെ പല പ്രയാസങ്ങളുണ്ടായി. ഇനി ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കുറ്റബോധത്തിലേക്ക് പോകട്ടെ. ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഐ വിൽ ഡു സംതിങ് ന്യൂ. അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ചില അവസ്ഥകളുടെ മരുഭൂമിയുടെ ഒരു അവസ്ഥ മാതിരി ആയിരിക്കും. ഇനി ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉരുത്തിരിയുവോ? എന്നാൽ മരുഭൂമിയിൽ ഇതാ ഒരു ഹൈവേ. അതാ ദർ ഇസ് എ റോഡ് വേ ഇൻ ദി വിൽഡർനെസ്. പെട്ടെന്ന് യുനോ മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുടെ ചില റോഡുകളൊക്കെ കാണുമ്പോൾ റോഡാണോ തോടാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹൈവേ വരുമോ എന്നൊക്കെ നമ്മൾ കാണും. എന്നാൽ ഒരു ദിവസം ഹൈവേ വരും എന്നാണ് നമ്മളുടെ പ്രത്യാശ. എന്നാൽ അതൊക്കെ ചെറിയൊരു പ്രത്യാശയാണെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ മേലെ നമുക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര അധികം ഇന്ന് മരുഭൂമിയായി കിടക്കുന്ന നമ്മുടെ ജീവിതത്തിന് പല സാഹചര്യങ്ങളിൽ ഒരു വഴി തുറക്കാൻ, ഒരു റോഡ് വേ തുറക്കാൻ കർത്താവിന് കഴിയും.
നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. നിർജ്ജന പ്രദേശം എന്നാൽ അവിടെ ഡെസേർട്ട് മാതിരി ഇരിക്കുക. റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്, റോഡ് വേ ഇൻ ദ വിൽഡർനെസ് ആൻഡ് റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉം, അതിന്റെ 20-ാമത്തെ വാക്യത്തിലും അതുപോലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം എന്നെ എൻ്റെ സ്തുതി വിവരിക്കും. ദ പീപ്പിൾ ഹൂം ഐ ഫോംഡ് ഫോർ മൈസെൽഫ്. ആ വാക്യം കണ്ടോ? എവിടാ? ഐസയ 43:21. വൈ ഡിഡ് ഗോഡ് ഫോം യു? ദൈവം നമ്മൾ എന്തിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നേ? ഫോർ ഹിംസെൽഫ്, എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം. അതാ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നേ. 21-ാമത്തെ വാക്യം, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം. കർത്താവ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? കർത്താവ് തനിക്ക് വേണ്ടിയാ എന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഹി ഹാസ് ഫോംഡ് മീ ഫോർ ഹിംസെൽഫ്. നമ്മള് കർത്താവിന്റെ സ്തുതിയെ വർണ്ണിക്കും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ. ഈവൻ അതിന്റെ 25-ാമത്തെ വാക്യം, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയും, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എവിടെ വായിക്കുന്നത്? 25-ാമത്തെ വാക്യം, വേഴ്സ് 25. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്, ആ ഒരു ദൈവത്തിന്റെ വിശ്വസ്തത. അപ്പം ഇന്ന് നമ്മുടെ ഇന്ന് നമ്മൾ പുതുതാക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് എല്ലാം പുതുതാക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ്. എല്ലാ കാര്യങ്ങളിലും എല്ലാം ഒരു പഴക്കം കൊണ്ട് പഴകിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ലോകത്തിലുള്ളത്. എന്ന പരിശുദ്ധാത്മ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു പുതുക്കം ഉണ്ടാവും. ദൈവം ആദിയിൽ എന്താ സൃഷ്ടിച്ച്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ ഭൂമി പാഴായും ശൂന്യമായി തീർന്നു എന്നാണ് നമ്മൾ ഉൽപ്പത്തി 1-ന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹവറിങ് ഓവർ ദ എർത്ത് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് വാസ് there. ഗോഡ് സെഡ് ലെറ്റ് there be light. ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉള്ളത്? ദൈവവചനം, ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായി. അപ്പം ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് God renewed, God remade the earth. പാഴും ശൂന്യവുമായിട്ടിരുന്ന ഒരു പാഴും ശൂന്യവും ഇരുണ്ടതുമായിട്ടിരുന്ന ആ ഒരു 3 ആഡ്ജക്റ്റീവാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ ദൈവം അത് പുതുതാക്കി തീർത്തു കാര്യമാണ് നമ്മൾ ഉൽപ്പത്തി, നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമ്മളതാ കാണുന്നത്. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്നുള്ളത് ശരിക്കും ഹയ എന്നുള്ളൊരു എബ്രായ പദമാണ് ഇരുന്നു എന്ന് പറയുന്നത്. അവിടെ ഇരുന്നു എന്നും ആയിത്തീർന്നു എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് കണ്ടായിരുന്നു ഉൽപ്പത്തി ജെനസിസ് 2:7, ഉൽപ്പത്തി 2:7 മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ അതേ ഹയ എന്നുള്ള പദമാണ്. ആ ഹയയാണ് ഈ ഹയ. അപ്പോൾ അവിടെയും ഇവിടെയും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണെന്ന പരിഭാഷകര് അവർക്ക് അത്രയും ആ കാര്യത്തിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടായിരിക്കും വാഴശൂന്യമായിരുന്നു നമ്മൾ വായിക്കുന്നത്. നമ്മൾ യെശയ്യാവ് 45:18 നമ്മളപ്പം കണ്ടായിരുന്നു കുറച്ചാഴ്ചകൾ മുമ്പ്. എന്താ ഐസയ്യാ 45:18 പറയുന്നുണ്ട്, ഗോഡ് ഡസ് നോട്ട് ക്രിയേറ്റ് എനിത്തിങ് ആസ് എ വേസ്റ്റ് പ്ലേസ്. ദൈവം പാഴായിട്ട് ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദൈവം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെന്ന്. സാത്താന്റെ പതനമാണ് ഉൽപ്പത്തി 1-ന്റെ 1-2 വാക്യങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ സാത്താന്റെ പതനത്തെക്കുറിച്ച് നമ്മൾ പിന്നെ യെശയ്യാവ് 14-ാം അധ്യായത്തിലും യെഹെസ്കേൽ 28-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഉൽപ്പത്തിയിലേക്ക്, ഈ വെളിപ്പാടിൽ നിന്ന് ഉൽപ്പത്തിയിലേക്ക് പെട്ടെന്നൊരു ചാഞ്ചാട്ടം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ദൈവം എല്ലാം പുതുതാക്കുന്ന ദൈവമാണ്. ആ പുതുതാക്കുന്ന ദൈവം ആണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളെ ഒരുപക്ഷെ നമ്മൾ പഴകിപ്പോയ ചില പാപങ്ങള്, പഴകിപ്പോയ ചില പാപശീലങ്ങളോ, എൻ്റെ കോപം, എൻ്റെ മോഹം, എൻ്റെ കയ്പ്, എൻ്റെ ആകുല ചിന്തകൾ, എൻ്റെതായ ചില ടെമ്പറമെന്റ്, എൻ്റെ സ്വഭാവ രീതികളോ, അതിലൊന്നും ഇനി മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പഴകിയ പാഴശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ അവിടെയും ഒരു പുതുക്കത്തിന്റെ കുളിർമയുടെ ഇളങ്കാറ്റടിക്കുവാന്, കൊടുങ്കാറ്റല്ല ഇളങ്കാറ്റടിക്കുവാൻ കർത്താവ് മതിയായവനാണ്. അതാ നമ്മൾ വായിക്കുന്നത്. ഭൂമി പാഴായും ശൂന്യമായും, ഇറ്റ് വാസ് ഫോംലെസ് ആൻഡ് വോയിഡ് ആൻഡ് ഡാർക്ക്നെസ് ഓൾസോ. ആഴത്തിന്മേത് ഇരുളുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അത് കൈവിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇസ് മൂവിങ് ഓവർ ദ സർഫസ് ഓഫ് ദ വാട്ടേഴ്സ്. ദെൻ ദ വേർഡ് ഓഫ് ഗോഡ് വാസ് ദേർ.
പിതാവ് വചനത്തിലൂടെ അരുളി ചെയ്തു, ക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1-ാം അധ്യായത്തിലും എബ്രായർ 1-ാം അധ്യായത്തിലും ഹിബ്രൂസ് 1-ലും ജോൺ 1-ലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ത്രൂ ജീസസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് എല്ലാം പുതുതാക്കി തീർക്കുന്നു നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, 3 അഡ്ജക്റ്റീവ്സ് നമ്മളിപ്പോൾ കണ്ടു. അവിടെ ഇരുൾ എന്ന് പറയുന്നത് നൗൺ ഫോം ആയിട്ടാണ് പറയുന്നതെങ്കിലും എർത്ത് വാസ് ഫോംലെസ്, വോയിഡ് ആൻഡ് ഡാർക്ക്. നമ്മളും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. നമ്മൾ ഉൽപ്പത്തി 2:7 മാൻ വാസ് മെയ്ഡ് ഔട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് എന്നാണ് ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നത്. വി ആർ ഓൾസോ മെയ്ഡ് ഔട്ട് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ മൂലകങ്ങളും ഭൂമിയിൽ നിന്നുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ഭൂമി എന്താ പാഴായും ശൂന്യമായിട്ടും ഇരുണ്ടതായിട്ട് ഇരുന്നു എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിലും പാപം കൊണ്ട് ചില പാഴായിട്ടുള്ള അവസ്ഥ വെച്ചാൽ ഫോംലെസ്, അതിനൊരു ഫോമില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ നമ്മുടെ പാപം കാരണം ദൈവത്തിൻ്റെ സാദൃശ്യമൊക്കെ പോയി സാത്താൻ്റെ സാദൃശ്യമായി പോയി. കോപവും സ്വാർത്ഥതയും നികളവും ദുർമോഹങ്ങളും അശുദ്ധിയും അങ്ങനെയൊക്കെയുള്ള സാത്താൻ്റെ സാദൃശ്യമായിപ്പോയി. എന്നാൽ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം പരിശുദ്ധാത്മാ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ ഫോം ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. ഫോംലെസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഫോം ദൈവം തരുന്നു. ഫോംലെസ് ആയിട്ട്, പാഴായിട്ട്, ഒരു രൂപമില്ലാതെ, ഒരു രൂപഭംഗിയില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വരൂപം, യേശുവിൻ്റെ സ്വഭാവം തരും. അപ്പം ഇവിടെ ഉൽപ്പത്തി 1 പറയുന്ന ഈ വാക്യങ്ങൾ അതൊരു പാരബിളായിട്ട്, ഒരു സ്പിരിച്വൽ പാരബിളായിട്ട് നമ്മൾ സാങ്ക്ച്വറി എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പാഴായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് നമുക്ക് ക്രിസ്തുവിൻ്റെ രൂപമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ രൂപം, യേശുവിൻ്റെ സ്വരൂപം, യേശുമീ നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ, എന്നെയും ഈ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുത്തണം എന്ന് അവിടെ നാഗൽ സാഹിബ് പാടിയേക്കുന്നത്. അപ്പം പാഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമുക്കൊരു രൂപം തരുന്നു. പിന്നെന്താ, നമ്മൾ ശൂന്യമായിട്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പണമുണ്ട്, എന്തെല്ലാം പ്രശസ്തിയുണ്ട്, എന്തെല്ലാം മനുഷ്യമാനവും ബാക്കി ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്, മണി, ഓണ, പ്ലഷേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിലൊരു ശൂന്യത. ആ ശൂന്യത ആർക്കെ നിറയ്ക്കാനൊക്കത്തുള്ളൂ? ആ ശൂന്യത ആരുടെ രൂപത്തിൽ ആ ശൂന്യത എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഹൂസ് ഷേപ്പ് ഇസ് ദ വാക്വം ഇൻ അവർ ഹാർട്ട്സ്. ദ വാക്വം ഇൻ ദ ഷേപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഷേപ്പില്ല നമ്മുടെ ഹൃദയത്തിലെ വാക്വം എന്നാണ് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. ബ്ലെയ്സ് പാസ്കലാണ് നമ്മുടെ പ്രഷർ യൂണിറ്റ് പാസ്കലൊക്കെ പറഞ്ഞ ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് എന്നൊക്കെയാണ് എൻ്റെ ഓർമ്മ. ജർമ്മനാണോ ഫ്രഞ്ചാണോ എന്നോട് നോക്കണം. പാസ്കൽ. അപ്പം ആ പാസ്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത ദൈവത്തിൻ്റെ ഷേപ്പാണ്. ദൈവം തന്നെ വന്ന് ഈ ശൂന്യതയെ പരിശുദ്ധാത്മാവിനെ നിറച്ചാലല്ലാതെ നമ്മുടെ ഈ ശൂന്യത മാറത്തില്ല. അപ്പം നമ്മളുടെ അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യത, ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും ചില എംറ്റിനെസ്, ഫീലിങ്സ് ഓഫ് എംറ്റിനെസ്, ഞങ്ങൾ ഈ ഡിപ്രഷൻ്റെ സിംറ്റംസ് പറയുമ്പോൾ ഫീലിങ്സ് ഓഫ് എംറ്റിനെസ് എന്നൊക്കെ പറയും. ഒരു ശൂന്യതാബോധം. എന്തിനായി ജീവിക്കുന്നത്, ഒന്നിനും ഒരു കാര്യമില്ല, എന്തെങ്കിലും ആവട്ടെ, ഒന്നിനൊരു അർത്ഥമില്ല, അങ്ങനെ ഒരു ശൂന്യതാബോധം. അപ്പം ആ ഒരു ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥ. പിന്നെന്താ, ആ ശൂന്യമായിരിക്കുന്ന അവസ്ഥയെ പരിശുദ്ധാത്മാവ് വന്ന് നിറയ്ക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്താലെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുന്നു എന്നൊക്കെ റോമർ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇരുളായിരുന്നു, നമ്മൾ പാപത്തിന് ഇരുളിലായിരുന്നു എന്ന് യേശുവിനെ വിളിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളിലൊരു റീക്രിയേഷൻ നടത്തുവാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എന്താ, ദൈവം എല്ലാം പുതുതാക്കി തീർക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പല പ്രയാസങ്ങളും സ്ട്രഗിൾസും പോരാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണും. എന്നാൽ കർത്താവിന് പുതിയതായിട്ടൊന്നും ചെയ്യാൻ കഴിയുമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. കർത്താവേ, ലോർഡ്, യു വിൽ മേക്ക് എവറിത്തിങ് ന്യൂ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചില നിരാശയും ചില പ്രയാസങ്ങളും കർത്താവേ, ചില വേദനകളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട്. കർത്താവേ, അവിടുന്ന് പാഴും ശൂന്യവും ഇരുണ്ടുമായിട്ടിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥയിൽ അവിടുന്ന് എന്നെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തണം. പിന്നെന്താ, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. പരിശുദ്ധാത്മ നിറയ്ക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് ഞാൻ അനുരൂപപ്പെടുന്നത്.
അപ്പോൾ ആ ക്രിസ്തുവിന്റെ വെളിച്ചം എന്നിൽ വന്ന് എൻ്റെ ഇരുളെല്ലാം നീക്കും, അങ്ങനെയെല്ലാം പുതുതാക്കി തീർക്കുന്ന ഒരു ദൈവം. നമ്മൾ ഉൽപ്പത്തിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ആ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് തിരിച്ചിഞ്ഞ് വരാം. ഉൽപ്പത്തി, ജെനസിസ് ടു റെവലേഷൻ, പെട്ടെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? ബിഹോൾഡ് ഐ എം മേക്കിംഗ് ഓൾ തിങ്സ് ന്യൂ ആൻഡ് ഹി സെഡ്. അപ്പം ഇതൊക്കെ ഈ എല്ലാം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ മൊത്തം എല്ലാം പുതുതാക്കുന്ന കാര്യമാണ്. നമ്മൾ പുതിയ 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 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു. എന്താ, നിറയെ പുതിയ കാര്യങ്ങളാ, പുതിയ പേര്. ഉം. അവിടെ ഐ വിൽ ഗിവ് യു ന്യൂ നെയിം എന്ന് എവിടെ വായിക്കുന്നത്? ഇതേ വെളിപ്പാട് പുസ്തകം 2:17 ജയിക്കുന്നവന് ഞാനൊരു പുതിയ പേര് നൽകുമെന്ന് അവിടെ വായിക്കുന്നുണ്ട്. ന്യൂ നെയിം റിട്ടൺ ഓൺ ദ സ്റ്റോൺ, ഒരു വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കുമെന്ന് വെളിപ്പാട് 2:17. നമ്മൾ ഇന്ന് ലോകത്തെയും സാത്താനെയും ലോകത്തെയും ജഡത്തെയൊക്കെ നമ്മൾ ജയിക്കുമ്പോൾ, അങ്ങനെ പാപത്തെ ജയിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഒരു പുതിയ പേര്, ഒരു കാന്ത എന്നുള്ള ഒരു ഓമനപ്പേര് കർത്താവ് നമുക്ക് തരും. അപ്പം ഈ വെളിപാട് പുസ്തകത്തിൽ മൊത്തം പുതിയ കാര്യങ്ങളാണ്. നമ്മളിപ്പം അതിമോചന പുസ്തകത്തിൽ ഇപ്പം നമ്മൾ വായിച്ചത് പുതിയ പേര്, നമ്മളിപ്പം വെളിപാട് 2:17 വായിച്ചു. പുതിയ പാട്ട് ഇവിടെ നമ്മൾ വായിച്ചു വെളിപാട് 14 2 വാക്യത്തിൽ. അവിടെ എത്ര തവണ നമ്മൾ പാടിപ്പഴകിയ പാട്ടാണെങ്കിലും ആത്മാവിന്റെ നിറവിൽ നമ്മൾ പാടുമ്പോൾ അവിടെ ഒരു പുതുക്കമുണ്ട്. അതാ പുതിയ പാട്ട് പാടിയതായിട്ട് നമ്മൾ അവിടെ വെളിപാട് 14 2 3 വാക്യങ്ങളിൽ ന്യൂ സോങ്, അതിന്റെ 3-ാമത്തെ വാക്യം ഒരു കാന്ത ഒരു പുതിയ പാട്ട് പാടി, ഒരു ഫ്രഷ്, ആ ഒരു കൈനോസ് എന്ന് പറയുന്നൊരു വാക്ക് അവിടെ പുതിയ എന്നുള്ള ഒരു ഗ്രീക്ക് പദം, ഫ്രഷ്, റീസെൻ്റ്ലി മെയ്ഡ്, റീസെൻറ്റ്, അൺയൂസ്ഡ് എന്നൊക്കെയാണ് അതിൻ്റെ പല അർത്ഥഭേദങ്ങൾ. അങ്ങനെ ഒരു പുതിയ പാട്ട്, അപ്പം പുതിയ പേരുണ്ട്, പുതിയ പാട്ടുണ്ട്, പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പം നമ്മളത് വെളിപാട് 21 1 വാക്യത്തിൽ എന്താ വായിച്ചത്? പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗം, പുതിയ ഭൂമി, ഇപ്പോൾ ഇത് സകലവും പുതിയതാക്കിയെന്നു എന്നാണ് നമ്മളിപ്പം 5 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ യോഹന്നാൻ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് വാ പൊളിച്ചിരിക്കുക. അപ്പൊ ഈ യോഹന്നാനെ പെട്ടെന്ന് എഴുതി ഇതെല്ലാം എഴുതി വെക്കാനാ പറയുന്നത്. ഹി സെഡ് റൈറ്റ് ഫോർ ദിസ് തിങ്സ്, ഫോർ ദിസ് വേർഡ്സ് ഓഫ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. ഇതൊക്കെ കണ്ട് അന്തം വിട്ടായോ, ഇത് ഇത്രയും യോഹന്നാനെ അത്രയും വാർദ്ധക്യത്തിന്റെ ആധിക്യത്തില് വളരെ യുനോ പത്മോസ് ദ്വീപിലെ വളരെ അസൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. ഒരു പ്രായാധിക്യത്തിലൊരു മനുഷ്യനെ കൊണ്ടുവന്നൊരു ഒരു പാറക്കെട്ട് നിറഞ്ഞ ഒരു ഉഷരമായിട്ടുള്ള ബാരൻ റോക്കി ഐലൻഡിലെ പത്മോസിൽ കൊണ്ടാക്കുമ്പം യോഹന്നാൻ എത്ര പ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് ഈ വെളിപ്പാടെല്ലാം ലഭിച്ച് പുതിയ ആകാശത്തിന് പുതിയ ഭൂമിയുടെ ആ ഒരു വെളിപ്പാടൊക്കെ ലഭിച്ച് ആ യോഹന്നാനോട് പറയാ, എഴുതുക 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 എഴുതുക, ഇത് ദിസ് വേർഡ്സ് ആർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ എന്നാണ് 5-ാമത്തെ വാക്യം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നുള്ളൊരു കാര്യം. ദൈവത്തിന്റെ വചനം ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പുതുതാക്കുന്നു എന്നുള്ള വാക്യം നീ അത് എഴുതണം. അത് എങ്ങനെയായിരിക്കും ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ള കാര്യം, നീ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ എന്ന് എഴുതി ദൈവജനത്തിന് ഇതൊക്കെ അവരുടെ ഭാവി ഭവനം, ഫ്യൂച്ചർ ഹോം എങ്ങനെ ആയിരിക്കും. ചിലർ ഈ ആർക്കിടെക്ടിനോട് ഈ കോൺട്രാക്ടറോട് പറയും പുതിയ വീട് പണിയുമ്പോൾ അതിലൊരു 3D ഞങ്ങൾക്ക് തരണം എന്ന് പറയും. വെച്ചാൽ പുതിയതായിട്ട് നിങ്ങൾ പണിയാൻ പോകുന്നത് എന്തുവാന്ന് ആദ്യം ഒന്ന് അതിന്റെ 3D പിക്ചറൊക്കെ ഒന്ന് ആനിമേഷനൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ദൈവം നമുക്കൊരു 3D പിക്ചർ ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോമിൽ ദൈവം നമുക്ക് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഫുൾഫിൽമെന്റ്, അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴാണ്, അതിന്റെ പൂർത്തീകരണം വരുമ്പോഴാണ് നമ്മൾ അത് ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യമായിരിക്കും. എഴുതുക എഴുതുക എന്ന വെളിപാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. വെളിപാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം, അവിടെ യോഹന്നാനോട് അവസാനമായിട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ 21:5 നമ്മളിപ്പം വായിച്ചത്. വെളിപാട് പുസ്തകത്തിലെ അവിടെ 7 സഭയോടും എഴുതുക 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 എന്ന് 7 തവണ പറയുന്നുണ്ട്. പിന്നെയും ഒരു 5 തവണ എഴുതുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 7ഉം 5ഉം 12 തവണ എഴുതുക എന്ന് പറയുന്നൊരു കാര്യവും 2 തവണ ദൈവം തന്നെ എഴുതും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഓരോ കാര്യവും ദൈവാത്മാവ് നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ചേർച്ചിൽ എപ്പോഴും നോട്ട്സൊക്കെ നമ്മൾ വചനമൊക്കെ പറയുമ്പോൾ അതൊക്കെ എഴുതിയെടുക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരെയും നമ്മൾ ഉത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം അറിവുള്ളവരാണ്. ദൈവാത്മാവ് നമ്മളോട് പല കാര്യങ്ങളും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ എഴുതി വെക്കുന്നത്. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം എടുത്ത് നോക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളും ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാൻ സാധിക്കും. എഴുതുക, കർത്താവ് നമ്മളുടെ ഹൃദയപലമയിൽ കർത്താവും എഴുതും, നമുക്കും എഴുതാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഇത്ര വലിയൊരു വാഗ്ദത്തം കർത്താവെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവെ,
ഒരു കണ്ണും കാണാത്ത ഒരു ഒരു മനസ്സിലും ഒരു ഹൃദയത്തിലും വന്നിട്ടില്ലാത്ത കാര്യങ്ങളെയൊക്കെ തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കുന്ന ഒരു കർത്താവ്. ഞങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അതേ കർത്താവ്, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് മുറിവിളിയും ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. വേദനയുടെ രംഗങ്ങളും വേർപാടിൻ്റെ മുറവിളികളും ഒക്കെ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങൾക്കുണ്ട്. കർത്താവ്, മറ്റേ ഒരു മനുഷ്യരോടും പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ചില വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങളുടെ കണ്ണുനീരൊക്കെ തുരുത്തിയിലാക്കി ഒരു നാളിൽ ആ കണ്ണുനീരൊക്കെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് തുടച്ച് തരുന്ന ഞങ്ങളുടെ സ്നേഹവാനായ പിതാവ്, ഞങ്ങളുടെ ആത്മമണവാളായ കാന്തനായ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് തന്നെ കർത്താവെ, ഞങ്ങളെ ആ ശാപത്തിൽ നിന്നൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ആത്മാവിൽ ശാപത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെട്ടു. ദേഹിയുടെ തലത്തിലും ആ ശാപത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ സ്വരൂപത്തോടെ രൂപപ്പെടുമ്പോൾ, അവിടുന്ന് വരുമ്പോൾ ആ ശാപം പൂർണ്ണമായിട്ട് നീങ്ങപ്പെടും കർത്താവെ. അതിനുശേഷം പുതിയ ആകാശം, പുതിയ ഭൂമിയിൽ കർത്താവെ പിന്നെ ഒരു ശാപവും ഇല്ല, പിന്നെ ഒരു കണ്ണുനീരില്ല. എത്ര വലിയൊരു സൗഭാഗ്യം! നിത്യത കർത്താവെ, എത്ര മനോഹരമായ കാര്യമാണ്. ഇന്ന് ആ നിത്യത ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തുടങ്ങി വെച്ചതിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തുമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ പാഴ്ശൂന്യവും ഇരുണ്ടതുമായിട്ടുള്ള അവസ്ഥകളെ യേശുവേ അവിടുത്തെ വചനത്താലും അവിടുത്തെ ആത്മാവിനാലും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. ഞങ്ങളെ കർത്താവ് ക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക്, ആ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്, ശൂന്യത മാറി പൂർണ്ണതയാക്കുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക്, കുറവ് മാറ്റി നിറവാക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ ഓരോരുത്തരും അതിനായിട്ട് നിറച്ചാട്ടെ. അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യും കർത്താവേ. അതേ കർത്താവേ, എല്ലാ ദിവസവും എല്ലാ കാലത്തും എല്ലാം പുതുതാക്കുന്ന കർത്താവായതുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് എല്ലാം പുതുതാക്കുന്ന കർത്താവായതുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വ്യക്തിബന്ധങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ അവിടുന്ന് പുതുതാക്കും. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തെ, അപ്പനമ്മമാരുമായിട്ടുള്ള ബന്ധത്തെ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ, ഞങ്ങളുടെ സഭയിലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എല്ലാം അവിടുന്ന് പുതുതാക്കും കർത്താവേ. അതേ കർത്താവ്, ഞങ്ങളുടെ അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തെ, ഞങ്ങളുടെ ചർച്ചക്കാരും മിത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എല്ലാം അവിടുന്ന് പുതുതാക്കും. അതേ കർത്താവ്, വലിയ കാര്യങ്ങളെ അവിടുത്തെ ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അവിടുത്തെ പരിമിതപ്പെടുത്തി വേദനിപ്പിക്കാതെ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.